പ്രിയ പ്രേക്ഷകർക്കും നമസ്കാരം. ഹാസ്യത്തിന്റെ വേറിട്ട ഭാവങ്ങളുമായി ഫൺസ് അപ്പോൺ എ ടൈം വേർഷൻ 2.0. അപ്പോൾ കുറച്ച് നല്ല തമാശകളും ചിരികളും ഒക്കെ ആയിട്ട് നമ്മുടെ യാത്ര നമുക്ക് തുടങ്ങാം. സ്വാഗതം ചെയ്യാം നമ്മുടെ യാത്രയുടെ സാരഥി ശ്രീ രമേശ് പിഷാരടി. ഫൺസ് അപ്പോൺ എ ടൈം എന്ന ഈ പരിപാടിയിൽ ഇതിനോടകം ഏകദേശം 100-ലധികം പെർഫോമേഴ്സ് വന്നു. വ്യത്യസ്തരായ പെർഫോമേഴ്സ് വന്നു. അവരുടെ പ്രകടനങ്ങൾ നമ്മൾ കണ്ടു. ഈ 100 പേരെ പലപ്പോഴും തിരഞ്ഞെടുക്കുന്നത് ആയിരക്കണക്കിന് ആപ്ലിക്കേഷനുകളിൽ നിന്നും ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അവരെ ഓഡിഷൻ ചെയ്ത് അവരിൽ നിന്ന് ഈ 100 പേരെയാണ് തിരഞ്ഞെടുക്കുന്നത്. ഈ 100 പേരോടും ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പൊതുവായി ചോദിച്ചിട്ടുള്ള ചോദ്യം, നിങ്ങൾ മുമ്പ് ഇത് ചെയ്തിട്ടുണ്ടോ, ഇതായിരുന്നോ നിങ്ങളുടെ പണി എന്നുള്ളതാണ്. എനിക്ക് കിട്ടിയ ഉത്തരങ്ങളിൽ ഭൂരിപക്ഷവും അല്ലേട്ടാ, ഞങ്ങൾ ഈ പരിപാടി കണ്ടപ്പം ഇതെനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നി, അതുകൊണ്ട് വന്നതാണ്. അങ്ങനെ വന്ന ഒരുപാട് പേർ അതിൽ വളരെയധികം പ്രാവീണ്യം തെളിയിച്ചു. അവരിപ്പോൾ അത് ഒരു സെമി പ്രൊഫഷനായി സ്വീകരിച്ചു കഴിഞ്ഞു. ഞാൻ ഇതെല്ലാം പറയാൻ കാരണം, കലയിൽ ചില സമയത്ത് ചില ആളുകൾ അങ്ങനെ എത്തപ്പെടും. ചിലർ അത് കഴിഞ്ഞ് തിരിച്ച് പഴയ തൊഴിലിലേക്ക് പോകും. ചിലർ ആ മേഖലയിൽ പിന്നീട് അങ്ങോട്ട് വലിയ വിജയങ്ങൾ പാറിച്ചുകൊണ്ട് മുന്നേറി പോയിക്കൊണ്ടേയിരിക്കും. അതുപോലെ ഒരാൾ മലയാളികളെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ള, മലയാളികൾക്ക് ഒരുപാട് മികച്ച വേഷങ്ങൾ സംഭാവന ചെയ്തിട്ടുള്ള ഒരു മികച്ച കലാകാരൻ, അഭിനേതാവ്, നിർമ്മാതാവ്, അങ്ങനെ ഒരുപാട് മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ഒരാളാണ് ഇന്ന് ഫൺസ് അപ്പോൺ എ ടൈമിൽ നമ്മളോടൊപ്പം അതിഥിയായി എത്തുന്നത്. അദ്ദേഹം വെറുതെ പഠനം എഞ്ചിനീയറിംഗ് പഠിച്ചു. എഞ്ചിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു HSBC ബാങ്കിൽ ജോലിക്ക് പോയി. അപ്പോൾ സിനിമയൊന്നും ആ പ്രദേശത്തെ ഇല്ല. അങ്ങനെ ഇരിക്കുമ്പം പിന്നെ ശ്രീനിവാസൻ പറഞ്ഞു, ഒരു പടമുണ്ട്, നിനക്ക് അതിലൊരു വേഷം ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അങ്ങനെ ഒരു വേഷത്തിന് വന്നു. പിന്നീട് അയാൾ മലയാളികൾക്കെല്ലാം പ്രിയപ്പെട്ട നടൻ അജു വർഗീസ് ആയി മാറി. സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അജു വർഗീസ്. അജു നമസ്കാരം. നമസ്കാരം ചേട്ടാ. അജു നടനായി, നായകനായി, നിർമ്മാതാവായി ഇതൊക്കെ പോകുമ്പോഴും ഇതിന്റെ ഒരു തുടക്കത്തിൽ നർമ്മത്തിന് വലിയ പങ്കുണ്ട്. തുടക്കകാലങ്ങളിൽ ചെയ്ത ഒരുപാട് വേഷങ്ങൾ, ആദ്യത്തെ സിനിമയിൽ ചെയ്ത വേഷത്തിലെ ആദ്യത്തെ സിനിമയിൽ പറഞ്ഞ തമാശകൾ, ഇതെല്ലാം അജു എന്ന ആളെ ആളുകളുടെ മനസ്സിൽ പതിപ്പിച്ചതിനകത്തും പിന്നീടുള്ള വളർച്ചയിലും വലിയ സംഭാവനകൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ തമാശയ്ക്ക് ഒരു വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട് അജുവിന്റെ ജീവിതത്തിൽ. ഉറപ്പായിട്ടും. വ്യക്തി ജീവിതത്തിലെ അജു തമാശക്കാരനാണോ? തീർച്ചയായിട്ടും. ഈ നിർമ്മാതാവൊക്കെ ആയി സിനിമ നിർമ്മിച്ചപ്പോഴൊക്കെ അതിന്റെ ടെൻഷനൊക്കെ വന്നപ്പോഴും ശേഷമായിരിക്കാൻ ചിലപ്പോ ഇച്ചിരി തമാശ നഷ്ടം വന്നത്. കാര്യം ആ നിർമ്മാണ വേളയിൽ ചേട്ടൻ ഊഹിക്കാലോ. അതെ അതെ. അപ്പൊ അത്ര തമാശ നമുക്ക് ആ സമയത്ത് മാത്രം പറ്റുന്നില്ല. ഇപ്പൊ തമാശ പറയേണ്ടത്. അത് മാത്രല്ല, അജു അതിനു മുമ്പ് ബാങ്കിലായിരുന്നു ജോലി. അപ്പം അതിലോട്ട് വീണ്ടും നിർമ്മാണം വന്നപ്പോഴാണ് ബാങ്ക് ജോലി എന്താന്നുള്ളത് കൃത്യമായിട്ട് അജുവിന് മനസ്സിലായത്. ബാങ്കിൽ HR ജോലിയായിരുന്നു. ആ വേഷം HR വേഷമായിരുന്നു ബാങ്കില്. സത്യം പറഞ്ഞാൽ അത് എല്ലാം ഒരു അഭിനയ പരിശീലന കളരികളായിരുന്നു തോന്നുന്നു. നർമ്മത്തിന് ചേട്ടൻ പറഞ്ഞത് തീർച്ചയായിട്ടും ഇമ്പോർട്ടൻസ് ഉണ്ട്. കാര്യം മൊത്തത്തിൽ കോളേജിൽ പഠിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാനൊരു കോമാളി വിദൂഷകനൊക്കെ ആയിരുന്നു ആ പ്രദേശത്ത്, ആ ഹോസ്റ്റലില് ഈ പറഞ്ഞല്ലോ. അപ്പൊ അതായിരിക്കാം ഒരൊറ്റ സിനിമയ്ക്കായിട്ടാണ് അദ്ദേഹം എന്നെ വിളിച്ചത്. നമുക്കുള്ളില് ഈ മേഖലയിൽ വലിഞ്ഞു കയറണം എന്നുള്ള ആഗ്രഹം ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ടായിരിക്കാം ആ കിട്ടിയ ചാൻസിൽ നമ്മൾ ഈ ഉടുമ്പ് പിടിക്കുന്ന പോലെ പിടിക്കില്ലേ, പിന്നെ വിട്ടില്ല. നിങ്ങൾ പറഞ്ഞു വിട്ടാ പോലും എന്നെ പറഞ്ഞു വിടാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു വിനീത് ആ ഒരൊറ്റ പടം. കാര്യം എന്റെ കോളേജ് ഹോസ്റ്റലിലെ വേഷവിധാനം അങ്ങനെ ആയിരുന്നു. ഒരു ടീഷർട്ടും കയ്യിൽ കൊടുത്ത് നടക്കുന്നതായിരുന്നു. അതൊരു വലിയ ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു. തട്ടത്തിൻ മറയത്ത്, മലർവാടി എന്ന ചിത്രങ്ങളിൽ തുടങ്ങി. അപ്പൊ ആ ഒരു സൗഹൃദം ഹൃദയത്തിൽ എത്തി നിൽക്കുകയാണ്. ഇനിയുള്ള സിനിമാ വിശേഷങ്ങൾ എന്തൊക്കെയാണ് എല്ലാം അറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. നമ്മള് ഒരു സിനിമ ഒരുമിച്ച് ഒരു പടത്തില് കോമ്പിനേഷൻ സീൻ ഉണ്ട്. ഇത്രയും വീഗം എന്നുള്ള പടങ്ങൾ അഭിനയിച്ച് 2 സിനിമയുണ്ടോ? 2 സിനിമയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഡയാന നമ്മളിവിടെ ഷൂട്ട് ഡേറ്റ് പ്ലാൻ ചെയ്യുമ്പോ, ചേട്ടാ എനിക്ക് പനിയാണെന്ന് പറയുന്നുണ്ട്, ഇത് പടത്തിൽ അഭിനയിക്കാൻ പോണെന്നുള്ളത് ഞങ്ങൾ അറിയുന്നില്ല. അല്ല, ഞാൻ അവിടെ കണ്ടെന്താന്ന് വെച്ചാല് അജുവേട്ടനോട് കോമ്പിനേഷൻ സീൻ ഉണ്ടായിരുന്നു. വളരെ അനായാസമായിട്ട് ഓരോ സീനും അഭിനയിച്ച് തകർക്കുന്ന ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു അജുവേട്ടൻ. തുടക്കകാലത്ത് എങ്ങനെയായിരുന്നു, ഇപ്പൊ എങ്ങനെയാണ്, സ്വയം ചേട്ടൻ എങ്ങനെയാണ് ആ ഒരു മാറ്റം? അല്ലെങ്കിൽ അടുത്ത സിനിമകൾ പറയട്ടെ, നമ്മൾ അവിടെ നിൽക്കുമായിരുന്നു. വീഗം ത്രയം നമ്മളും ഇപ്പൊ ചെയ്തോണ്ടിരിക്കുകയാണ്. നമ്മള് ഇഷ്ടംപോലെ ചെയ്തോണ്ട് ഇപ്പൊ ഇനി വരാൻ പോകുന്നത് ആപ് കേസേ ഹോ എന്ന് പറയുന്ന പടത്തിലാണ്. ഞങ്ങൾ രണ്ടുപേരും പോലീസുകാരാണ് ഇതിനകത്ത്. പിന്നെ ചേട്ടാ മിഥുൻ ഡയറക്ട് ചെയ്തൊരു സിനിമ, ചന്തു ഡയറക്ട് ചെയ്യുന്ന സിനിമ ഗഗനചാരി എന്ന് പറഞ്ഞിട്ട് ഹരീഷ് കണാരൻ ചേട്ടൻ ഹീറോ ആവുന്ന ഉള്ള പടം. ഞാന് ഇവരെ
ഇവരുടെ സിനിമ കണ്ടിട്ട് മലർവാടി ഇറങ്ങിയ സമയത്ത് ഈ പരിപാടിയുടെ പ്രൊഡ്യൂസറായിട്ടുള്ള ഹരി തന്നെ അതിന്റെ പ്രൊമോഷനൊക്കെ വെച്ചിട്ട് ഒരു ചാറ്റ് ഷോ കടവന്തറ DD-യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഞങ്ങളൊക്കെ ഒന്ന് കണ്ടുപിരിഞ്ഞു. ഒന്നും നമുക്ക് ഇവരെ അറിയില്ല. പടം ജസ്റ്റ് ഇറങ്ങുന്നതിന് മുമ്പാണ് ഇത് ഷൂട്ട് ചെയ്തത്. അത് കഴിഞ്ഞ ശേഷം ഒരു അവാർഡ് നൈറ്റ് എറണാകുളത്ത് നടക്കുകയാണ്. അതിന്റെ ബാക്കിൽ ഇവർ 4 പേരുണ്ട്. മലർവാടിയുള്ള നെവീനുണ്ട്, അജുണ്ട്, ഭഗവന്നുണ്ട്, ഇവരെല്ലാവരും ഹരീഷനുണ്ട്, എല്ലാവരും കൂടെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാനൊരു പ്രോസസ്സ് കണ്ടോണ്ടിരിക്കുകയാണ്. ഇവര് 4 പേരും എപ്പോ കൂട്ടത്തിൽ വന്ന് നിൽക്കുന്നോ അപ്പൊ ഓടി വന്ന് എല്ലാവരും കൂടെ അയ്യോ മലർവാടിയിലല്ലേ എന്ന് പറഞ്ഞ് ഫോട്ടോ എടുക്കും. എന്നിട്ട് ഇവര് പിരിഞ്ഞു പോകും. ഇവര് പിരിഞ്ഞു പോകുമ്പോൾ ഇവര് ആർക്കും അറിയാൻ വയ്യ. ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ആരെ അറിയുന്നില്ല. ഇവര് 4 പേരും കൂടെ ഒന്നിച്ച് നിന്നാൽ ആ ഫ്രെയിം കണ്ട ആളുകൾക്ക് ഇതേ മലർവാടിയിലെ പിള്ളേരെന്ന് പറയും. പിന്നെ ഇവര് 4 പേര് പോകുമ്പോൾ ആരുടെയും കൂടെ ഫോട്ടോ എടുക്കാതെ ഒറ്റയ്ക്ക് പോയി നിൽക്കുന്ന കാണാം. അങ്ങനെ കുറെ നേരം കണ്ടു. അന്ന് അവിടെ എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സീനിയർ ആയിട്ടുള്ള നടൻ പറഞ്ഞു, ഈ പ്രോസസ്സിനെ കുറിച്ച് ഞാൻ അവിടെ പറഞ്ഞു. അത് അങ്ങനെയാണ്, ചില സിനിമകൾ കഴിയും. ഇനി ഒരു 10 വർഷം കഴിയുമ്പോൾ ഇതിൽ നിന്ന് കുറെ പേര് വീണ്ടും ഫിൽട്ടറായി ഇങ്ങനെ നമ്മൾ എക്സിസ്റ്റ് ചെയ്യാന്ന് പറയുന്നില്ല, അതിലോട്ട് വരും. അതിൽ ആരൊക്കെ ഉണ്ടാകുന്നുള്ളത് ദൈവം നിശ്ചയിക്കും, നമുക്കിപ്പോൾ പറയാൻ പറ്റില്ലെന്ന് പറയും. ഈ പറഞ്ഞതുപോലെ ഒരു ഒറ്റ സിനിമ എന്ന ഉദ്ദേശത്തോടു കൂടി സിനിമയിലെത്തി ഇന്ന് ഒരുപാട് സിനിമകൾ കഴിഞ്ഞ് വരാനിരിക്കുന്ന സിനിമകൾ കയ്യിലുള്ള സിനിമയുടെ എല്ലാ മേഖലകളിലൂടെയും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന അജു വർഗീസിന് വീണ്ടും ആശംസകൾ പറഞ്ഞുകൊണ്ട് അജുവിന്റെ വിശേഷങ്ങൾ നമുക്ക് ഈ എപ്പിസോഡിനിടെ കേട്ടുകൊണ്ട് നല്ല തമാശകളുമായിട്ട് മുന്നിലേക്ക് പോകാം. താങ്ക് യു. ബൈ. Okay, let's begin our stand-up performance. We have stand-up comedian Suvil Padiyur. Suvil, നമസ്കാരം ചേട്ടാ, സ്വാഗതം. നമസ്കാരം. സുഖായിരിക്കുന്നോ? സുഖം. അടിപൊളി. രമേശ് ചേട്ടാ, അജു ചേട്ടാ. സുവിൽ സർ, പറയൂ സർ. സുവിലിന്റെ കണ്ണുകളിൽ ചാത്തന്റെ തീഷ്ണത, തിളക്കം, എന്തൊക്കെയോ കുറച്ച് പറയാൻ പോകുന്ന പരിശീലിച്ച് വന്നിരിക്കുന്നതിന്റെ ഒരു കോൺഫിഡൻസ് എനിക്ക് ഇവിടുന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. ഏറെക്കുറെ. അജുവിന് അങ്ങനെ തോന്നുന്നില്ല? അജു, ആ ഉത്തരം എനിക്ക് ഇഷ്ടമായി, ആ കോൺഫിഡൻസ്. കാര്യം ഞാൻ എന്തറിയോ, ഞാൻ രമേശ് പിഷാരി ചേട്ടനെ ആദ്യമായിട്ട് പരിചയപ്പെട്ട ഒരു കഥ പെട്ടെന്ന് പറയാം. അതായത് ഞങ്ങൾ ഈ പറഞ്ഞ പോലെ മലർവാടി കഴിഞ്ഞ് ചേട്ടാ ഈ 5 പേരും കൂടെ ഒന്നിച്ചു നിന്നാലല്ലേ ജനുവരി അല്ല, അത് കഴിഞ്ഞിട്ട് എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഞങ്ങൾ പോകും. സിനിമാ സംബന്ധമായി എവിടെ പരിപാടി അവതരിപ്പിച്ചാലും വലിഞ്ഞു കയറി ചെല്ലും. കാര്യം ഒറ്റയ്ക്ക് പോകുമ്പോഴല്ലേ നാണക്കേടുള്ളൂ. ഞങ്ങൾ 5 പേരുണ്ടല്ലോ. മാത്രമല്ല ഈ വിനീത് കൊണ്ടുവന്ന പിള്ളേരെന്നുള്ളൊരു പരിഗണനയുണ്ട്. അപ്പൊ അത് ഞങ്ങൾ നന്നായി മുതലെടുത്തു. അപ്പൊ ഫ്രീ ഭക്ഷണം മാത്രമല്ല ഉദ്ദേശം, ആ ഒരു പരിചയപ്പെടലും എല്ലാം നിൽക്കുക. അങ്ങനെ ഞങ്ങള് അനിൽ പനച്ചൂരാൻ ചേട്ടനെ ആദരിക്കുന്ന ഒരു ചടങ്ങ് കൊല്ലം കരുനാഗപ്പള്ളി. അവിടെ ഞാനിങ്ങനെ നിൽക്കുമ്പം ഇന്ന് ഈ ഷോ എന്തുകൊണ്ട് ഇത്രയും പോപ്പുലാരിറ്റി, ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് സംസാരിച്ചിട്ടുള്ള ഒരു വിഷയമാണ്. അന്ന് രമേശേട്ടൻ സംസാരിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് ലൈവ് കാണുക, TV-യിലൂടെ അല്ലാതെ. അപ്പൊ ഞാൻ നമ്മൾ ഇതിനു മുമ്പ് ഒരു സ്റ്റാൻഡപ്പ് കോമഡി ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെ ഭയങ്കര മറ്റ് ഭാഷകൾ ഫോളോ ചെയ്യുന്ന ഒരാളല്ല. അന്നൊന്നും ഇത്ര ഇന്റർനെറ്റും ഇല്ല, അതുകൊണ്ട് നമുക്ക് ആക്സസും കുറവാണ്. ഈ നമ്മൾ ഇരുന്നിടത്തുനിന്ന് അടുത്ത ടോപ്പിക് ഒരു പൊട്ടിച്ചിരി, അതായത് നമുക്ക് സിനിമയിൽ പോലും അല്ലെങ്കിൽ ഒരു സ്കിറ്റിൽ പോലും ഇല്ലാത്തൊരു പുതിയ വൈവിധ്യമാർന്ന ഒരു കലയാണ് ഞാൻ അന്ന് ആക്ച്വലി കണ്ടത്. അത് എൻ്റെ കണ്ണിൽ എനിക്ക് തോന്നുന്നു ഭൂരിഭാഗത്തെ നമുക്കുണ്ട് പല കലാരൂപങ്ങൾ ഇങ്ങനെ ഒറ്റയ്ക്ക് സിംഗിൾ പെർഫോമൻസസ് ഉണ്ട്. പക്ഷെ ഇതിന്റെ ഒരു റിഫൈൻഡ് ഇന്നത്തെ ഈ ന്യൂജൻ വേർഷൻ ഓഫ് സ്റ്റാൻഡപ്പ് കോമഡി കേരളത്തിൽ ഫസ്റ്റ് ഞാൻ ലൈവ് കാണുന്ന അല്ലെങ്കിൽ ഇത്രയും ജനകീയമായി വന്നത് രമേശ് ചേട്ടനിലൂടെ ആയിരിക്കണം. പക്ഷെ എനിക്ക് ആ പരിപാടി എനിക്ക് ഓർമ്മയുണ്ട്, അതിൽ നിങ്ങളുള്ളത് എനിക്ക് ഓർമ്മയില്ല. ഞങ്ങളെ അന്ന് ആർക്കും അറിയില്ലല്ലോ. എനിക്ക് അന്ന് ഓർമ്മയുണ്ട്, നമ്മുടെ ഇവിടെ വന്നിട്ടുള്ള സുദർശന മാഷ്, പൊക്കമുറ സുദർശന മാഷ സ്കിറ്റൊക്കെ ഉണ്ടായിരുന്നു. ഒരു പ്രിൻസ് ഉണ്ട്, മരിച്ചുപോയി, അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ഉണ്ടായിരുന്നു. അനിൽ പനച്ചൂരാൻ ചേട്ടൻ തന്നെ ഇന്ന് നമ്മളോടൊപ്പം ഇല്ല. പക്ഷെ ആ പരിപാടി എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. അത് ഇങ്ങനത്തെ ഒരു സ്റ്റേജ് ആയിരുന്നു ചേട്ടാ. എനിക്ക് ഓർമ്മയുണ്ട്. ഇങ്ങനല്ല, അതായത് സ്റ്റേജ് ഇവിടെ ആണെങ്കിൽ നമ്മൾ ഇരിക്കുന്ന ഇച്ചിരി പടികൾ. ആ കാലത്ത് ഞാൻ അങ്ങനത്തെ പരിപാടി പിടിക്കില്ല, എറിഞ്ഞ കല്ലെത്തരുത്, നമ്മൾ അത്ര ദൂരെ നിന്ന് വേണം പരിപാടി ചെയ്യാനായിട്ട്. അങ്ങനെ നോക്കിയേ ചെയ്യുള്ളായിരുന്നു കേട്ടോ. ഇത് ഇവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇവരൊക്കെ കോയമ്പത്തൂരിൽ നിന്ന് വന്നിട്ടുള്ള പിള്ളേരാണ്. ആദ്യമായിട്ടാണ് അന്യ സംസ്ഥാനത്ത് നിന്ന് നമുക്ക് ഓഡിയൻസിനെ കിട്ടിയിരിക്കുന്നത്, അല്ലേ? ഇവരെല്ലാം അതിഥി കയ്യടി തൊഴിലാളികളാണ്. ഏത് കോളേജിൽ നിന്നാണ് വരുന്നത്? ഞങ്ങള് RVS ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കോയമ്പത്തൂർ നിന്നാണ് വരുന്നത്. നിങ്ങൾ എന്താ പഠിക്കുന്നത്? ഞാൻ MSc. ഞാൻ അധ്യാപകനും നിങ്ങൾ വിദ്യാർത്ഥിയുമല്ല. ഇരിക്കൂ. ഞാൻ MSc മൈക്രോബയോളജിയാണ് പഠിക്കുന്നത്. നീ അങ്ങനെ എന്തോ അല്ലേ പഠിച്ചത്? ഇല്ല, ഞാൻ എഞ്ചിനീയറിംഗ് എന്നൊരു ചെറിയൊരു വിഷയം വേറെയാണ്. അത് രണ്ടും വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് സുവിൽ പടിയൂരിന്റെ പെർഫോമൻസ് കാണാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നമസ്കാരം, എൻ്റെ പേര് സുവിൽ. തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട പടിയൂരാണ് വീട്. ഈ ഫ്ലോറിൽ വീണ്ടും വരാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. എൻ്റെ ആദ്യത്തെ എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്യുന്നത് December 2 ആയിരുന്നു. അന്ന് തന്നെയായിരുന്നു നമ്മുടെ ലാലേട്ടൻ്റെ മരക്കാർ സിനിമ റിലീസായത്.
ആ ഒരു ഓളത്തിന് ഞാൻ എൻ്റെ ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു, ലാലേട്ടനൊപ്പം ഞാനും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു എന്ന് പറഞ്ഞിട്ട്. ഈ ലാലേട്ടനൊപ്പം എന്ന് പറഞ്ഞത് ആർക്കും അങ്ങോട്ട് ഇഷ്ടമായില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ പോസ്റ്റിന് താഴെ മൊത്തം ചുരുളി സിനിമയിലെ ഡയലോഗ്. ആ കമന്റുകൾ കണ്ടിട്ട് വെട്ടിയിട്ട ബായത്തണ്ട് പോലെ എൻ്റെ ഇളയപ്പ. ചുരുളി സിനിമയിലെ സെക്കൻഡ് പാർട്ട് ഇറങ്ങണേ മുന്നേ നമ്മുടെ പരിപാടി തുടങ്ങിയാലോ? രമേശന്റെ ഡയലോഗ് ഒന്നുമില്ല. പൊളിക്കും അടിക്കും നമ്മള്. ആരിവൻ കോലം കെട്ടി പോയിടുന്നോ, ഇഫൽ പോലെ മുടിയും വെച്ച് കോലം കെട്ടി പോയിടുന്നോ. ശിവ എന്ന് പറഞ്ഞ പയ്യൻ ഈഫൽ ഗോപുരം പോലെ മുടിയും വെച്ച് അവന്റെ വീട്ടിൽ ചെന്നപ്പോ അവന്റെ അച്ഛൻ പാടിയ പാട്ടണത്. ആരോട് പറയാനാ ആരുമേ കേൾക്കുന്നില്ല, പട്ടിയപ്പോൾ പണിയെടുത്ത് തന്നെത്താനെ പണിത് ശിവ കുടുംബം നോക്കി പോകടേ. ആരിവൻ കോലം കെട്ടി പോയിടുന്നോ, ഇപ്പൽ പോലെ മുടിയും വെച്ച് കോലം കെട്ടി പോയിടുന്നോ. അവന്റെ അച്ഛൻ ഇങ്ങനെ പാടിപ്പോ അവന്റെ അമ്മ പറയണ്, അതെ നിങ്ങളിങ്ങനെ റബ്ബർ ബാൻഡ് ഇട്ട മൊബൈലും കൊണ്ട് നടന്നോ? ചെക്കൻ ഇന്ന് ഇൻസ്റ്റാഗ്രാമിൽ 1 മില്യൺ ഫോളോവേഴ്സ് ആണ്. അവന്റെ അടുത്ത റീൽസിന് വേണ്ടി ഞാനടക്കം ഇവിടെ വെയിറ്റിങ്ങിൽ. ഇങ്ങനെയൊക്കെ ഹെയർ സ്റ്റൈൽ ചെയ്തു കൊടുക്കുന്ന കൂട്ടത്തിൽ എൻ്റെ ഒരു സുഹൃത്തിന്റെ ബ്യൂട്ടി പാർലർ ഉണ്ട്. അവിടെ 10 സ്റ്റാഫിനും കൂടി ഒറ്റ ഹെൽപ്പറാണുള്ളത്. ഈ 1000 കോഴിക്ക് അരക്കാടാന്നൊക്കെ പറയില്ലേ, അതുപോലെ. ഒരു ദിവസം നല്ല തിരക്ക്, ഒരു കല്യാണ ചെക്കൻ ഫേഷ്യൽ ചെയ്യാൻ വേണ്ടി വന്ന് നിൽക്കണ്. മുതലാളി നോക്കിയപ്പോ ഈ ഹെൽപ്പർ മാത്രം ഫ്രീ ആയിട്ട് നിൽക്കാം. മുതലാളി പറഞ്ഞു, ഡാ ആ ഫേഷ്യൽ എടുത്തേന്ന് പറഞ്ഞു. ഹെൽപ്പർ മുതലാളിയുടെ മോത്തിക്ക് ഒരു നോട്ടം, ഞാനാ? കാരണം പുള്ളി ഫേഷ്യൽ ചെയ്യുന്നത് കണ്ടുവരിക മാത്രമേ ഉള്ളൂ, ഇതുവരെ ചെയ്തിട്ടില്ല. ഈ ഫേഷ്യൽ എടുത്ത് ഞാൻ കല്യാണ ചെക്കൻ്റെ ഇടിയുള്ളൂ, ഫേഷ്യൽ എടുത്തില്ലെങ്കിൽ ഈ മുതലാളിയുടെ പണിയും പോകും. അങ്ങനെ മനസ്സില്ല മനസ്സോടെ ഇവൻ കല്യാണ ചെക്കനെ ഫേഷ്യൽ വീട്ടിൽ കൊണ്ടുവന്ന് കിടത്തി പതുക്കെ മസാജ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ കല്യാണ ചെക്കൻ പറയാ, അതെ ഞാൻ എൻ്റെ മുഖത്ത് പൗഡർ പോലും ഇടാറില്ല, ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഫേഷ്യൽ ചെയ്യണത്. ഈ മസാജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഹെൽപ്പർ പറയാ, ആണോ? ഞാനും ആദ്യമായിട്ടാണ്. അങ്ങനെ പറയാ മാത്രല്ല ഒരു സെയിംപിച്ചും കൂടി കൊടുത്തു എന്നാണ് ഞാൻ കേട്ടത്. കടയിൽ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയപ്പോ അവിടെ ഒരു പുതിയ സ്റ്റാഫിനെ വയ്ക്കാൻ തീരുമാനിച്ചു. നാളികേരത്തിന്റെ നാട് എന്ന് അറിയപ്പെടുന്ന പോലെ തന്നെ നമ്മുടെ ഈ കൊച്ചു കേരളം ഹിന്ദിക്കാരുടെ നാടെന്നും കൂടി അറിയപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഹിന്ദിക്കാരൻ എന്നെ അവിടെ വെച്ചു. ഒരാഴ്ച ബോംബെ പോയ മലയാളി ആയാലും ഈ ഹിന്ദിക്കാരൻ്റെ അടുത്ത് ഹെയർ കട്ട് ചെയ്യാൻ വരുമ്പോ മുറി ഹിന്ദിയെ സംസാരിക്കുള്ളൂ. അരെ ഭായ് ഇതർസെ തോടാ ഊപ്പർ തോടാ എന്നാണ്. ചിലരുണ്ട് ഈ ഹിന്ദിക്കാരൻ മലയാളം അറിയോന്ന് അറിയാൻ വേണ്ടിയിട്ട് പച്ച മലയാളത്തിലൊക്കെ സംശയങ്ങൾ ചോദിക്കും. അതെ ബായേ ഈ ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞാലേ നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് ഭയങ്കരമായിട്ട് വെളുക്കോ എന്ന് ചോദിക്കും. ഹിന്ദിക്കാരൻ പറയാ, എൻ്റെ പൊന്ന് ചേട്ടാ ഫേഷ്യൽ ചെയ്താലേ ഒറ്റ ദിവസം കൊണ്ടൊന്നും പിഷാരിച്ചേട്ടൻ ആവാൻ പറ്റില്ല ചേട്ടാ. മലയാളത്തിലെ കൗണ്ടർ വരെ ഹിന്ദിക്കാർ പറഞ്ഞു തുടങ്ങി. അതുപോലെ തന്നെ ഈ കല്യാണ ചെക്കന് മേക്കപ്പ് ചെയ്യാനായിട്ട് ഈ ഹെൽപ്പറെ കൊണ്ട് പോകും. എന്നിട്ട് രാവിലെ തന്നെ കല്യാണ ചെക്കന് ഇങ്ങനെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കല്യാണ ചെക്കനോട് ഒന്ന് ചിരിക്കാൻ പറയും. അന്നത്തെ ടെൻഷനും കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് കല്യാണ ചെക്കന് ഒരു നിലയ്ക്കും ചിരി വരില്ല, ഇങ്ങനെ ഗോഷ്ടിയേ വരുള്ളൂ. ഇത് കുറെ നേരം കണ്ടുനിന്ന ഹെൽപ്പർ പറയാ, വേണമെങ്കിൽ ചിരിച്ചോ, ഇന്നത്തെ കൂടി ഉള്ളു ചിരിയുന്നു. ഇവനിങ്ങനൊക്കെ പറയാനുള്ളൊരു കാരണം കൂടി ഉണ്ട് കേട്ടോ. കാരണം ഇവൻ മുമ്പ് ഈ പോർക്കിനെ കൊല്ലലായിരുന്നു പണി. ഈ പോർക്കിനെ കൊല്ലണത് ഒരു പ്രത്യേകതയുണ്ട്, ചുറ്റി കൊണ്ട് തലക്കടിച്ച കൊല്ലുള്ളൂ. ഇവൻ എങ്ങനെ അടിച്ചാലും ഒന്നില്ലെങ്കിൽ പോർക്കിന്റെ ചെവിമ കൊള്ളും, അല്ലെങ്കിൽ മൂക്കുമ കൊള്ളും, അല്ലെങ്കിൽ ചുണ്ടുമ കൊള്ളും. അവസാനം പോർക്കൻ ഇങ്ങനെ നിന്നു കൊടുക്കും എൻ്റെ ഭാഗത്തായിട്ട് അടിക്കാനായിട്ട്. പിന്നീടാണ് ഇവന് മനസ്സിലായത് ഇവന്റെ മുന്നിൽ പോർക്ക് ആത്മഹത്യ ചെയ്യണമെന്ന്. അതോടുകൂടി ആളാ പണി നിർത്തി. ഇപ്പൊ ഏതൊരു മേഖലയിലും നമ്മൾ അപ്ഡേറ്റ് ആയിട്ട് നിന്നില്ലെങ്കിൽ വല്ലാത്തൊരു പ്രശ്നമാണ്. ഇപ്പൊ ന്യൂ ജനറേഷൻ പിള്ളേര് ഹെയർ കട്ട് ചെയ്യാനായിട്ട് വരുമ്പോ സീനിയറായ ചേട്ടൻ ചോദിക്കും, ലൈൻ ഉണ്ടാ എന്ന് ചോദിക്കും. ഇവൻ എടുത്തു വഴിക്ക് പറയാം, ഒരെണ്ണം ഉണ്ടായി ചേട്ടാ, അവള് തേച്ചിട്ട് പോയി. സാരില്ല, ഞാൻ വേറൊരെണ്ണം സെറ്റ് ആക്കിയിട്ടുണ്ട്. പുള്ളി ചോദിച്ചത് തലയിൽ ലൈനറിന്റെ കാര്യമാണ്, ഇവൻ പറഞ്ഞു വേറെ എന്താണ്. അതുപോലെ തന്നെ ഈ സീനിയറായ ചേട്ടൻ ചോദിക്കും, മഷ്റൂം മതിയാടാ എന്ന് ചോദിക്കും. ഇവൻ പറയാം, കൊടൈക്കനാലാണെങ്കിൽ എടുത്തോ, സൂപ്പർ സാധന. മറ്റുള്ളൊന്നും വിശ്വസിക്കാൻ പറ്റില്ലാന്ന്. ഈ പുള്ളി ചോദിച്ചത് മഷ്റൂം കട്ടിന്റെ കാര്യമാണ്, ഇവൻ പറഞ്ഞത് എന്താണെന്ന് എനിക്ക് ഇതുവരെ ഒരു പിടുത്തം കിട്ടിയില്ല. കാലം തെളിയിച്ചത് മറ്റൊന്നല്ല, കോലം കെട്ടി നടന്നവൻ ഇന്ന് കാലിഫോർണിയയിൽ കാർഡിയോളജിസ്റ്റ് ആണ്. കോലം കെട്ടാതെ നടന്നവൻ ഇന്ന് കൂലിപ്പണി പോലും ഇല്ലാതെ കാലത്ത് തന്നെ 4 കാലിലാണ് നടക്കുന്നത്. അപ്പോ ലുക്കിലല്ല കാര്യം, വർക്കിലാണ്. താങ്ക് യു. സൂപ്പർ, അടിപൊളിയായിരുന്നു. താങ്ക് യു. അജു ഏട്ടാ എങ്ങനെയായിരുന്നു? അടിപൊളിയായിരുന്നു. ഒരു ഇച്ചിരി ഒരു ഫിയർ ഫീൽ ചെയ്തു ഞാൻ. എന്താണെന്നറിയോ, സ്റ്റേജിനെ തിന്നുകളയുന്നൊരു ലാഘവം ഞാൻ ചേട്ടനീന്ന് കാണാറുണ്ട്. ഇപ്പം ഡെഫിനറ്റ്ലി നിങ്ങളൊക്കെ ഇൻസ്പയർഡ് ആവുന്ന അദ്ദേഹത്തിൽ നിന്ന് ആയിരിക്കുമല്ലോ.
അല്ലെങ്കിൽ അങ്ങനത്തെ വലിയ പേരുകൾ പറയാൻ എനിക്കറിയില്ല, അതർ സ്റ്റേറ്റ്സിലും അല്ലെങ്കിൽ ലോകത്തൊക്കെ ഉള്ളത്. പക്ഷെ എന്നാൽ കൂടി അത് മാത്രമേ ഉള്ളൂ. പക്ഷേ എനിക്ക് പല നമ്പേഴ്സും പല കാര്യങ്ങളും എനിക്ക് ഒരുപാട് ചിരി വന്നു. അടിപൊളിയായിരുന്നു. സുവില് ബേസിക്കലി ബ്യൂട്ടീഷ്യൻ അല്ലേ സുവില്? അതാണ് സുവില് പരിചയമുള്ള മേഖല എന്നുള്ള തമാശ മുഴുവൻ അവിടെ നടക്കുന്ന കാര്യങ്ങളാണ് സുവിൽ എടുത്തോണ്ടിരുന്നത്. അതുകൊണ്ട് സുവില് കുറച്ചുകൂടെ ആ ഏരിയ സുവിലിന് നന്നായിട്ട് അറിയാം. കാരണം ഇപ്പൊ ഈ ഫേഷ്യൽ ചെയ്യുക, ഡൈ ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഈ കല്യാണത്തിനൊക്കെ കുറച്ച് കൂടുതലായിട്ട് വരുന്നുണ്ട്. ഇപ്പൊ ശരീരം മുഴുവനൊക്കെ ചെയ്യുന്നുണ്ട് പലരും. അങ്ങനത്തുള്ള പല പരിപാടികളും ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങളുടെ അടുത്തൊക്കെ ഒരു വലിയ ചേച്ചി പെഡിക്യൂർ, നഖം പെട്ടതിന് എന്താ പറയണത്? എന്താണ് അവരുടെ ബ്യൂട്ടി പാർലർ ഈ നീളിലുള്ള അറക്കവാൾ ഇരിപ്പുണ്ട്. ചില ചേച്ചിമാരുടെ ഒക്കെ നഖം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് മറ്റേ ടീപ്പോ, ചില വേര് കൊണ്ട് നമ്മൾ ടീപ്പോയി ഉണ്ടാക്കൂലേ അതുപോലത്തെ നഖം. അതൊക്കെ ഇരുന്ന് ഇങ്ങനെ മുറിച്ചു കൊടുക്കുന്ന ചേച്ചിമാരുണ്ട് നമ്മുടെ അവിടെ. നമ്മുടെ കൂട്ടത്തിൽ ഒരു സൗണ്ട് എഞ്ചിനീയർ ഉണ്ടായിരുന്നു, പ്രിൻസ് ചേട്ടൻ എന്ന് പറഞ്ഞാൽ നല്ല സൗന്ദര്യമുള്ള നരയാണ്. ചില ആളുകൾക്ക്, നമ്മൾ ഇംഗ്ലീഷ് പടത്തിലൊക്കെ ചില ആളുകൾക്ക് കാണുന്ന പോലെ ഭംഗിയുള്ള നരയുള്ള ഒരാളാണ്. ജിനു ജോസഫ് എന്ന് പറഞ്ഞ നടനൊക്കെ ഉള്ള പോലത്തെ ഒരു നരയാണ്. അപ്പൊ ഈ പ്രിൻസ് ചേട്ടനായിരിക്കും ഞങ്ങളൊക്കെ കൂടെ വിദേശത്ത് ഒരു പരിപാടിക്ക് പോയപ്പോൾ പ്രിൻസ് ചേട്ടൻ പറഞ്ഞ്, ഞാൻ ഈ ഷോയ്ക്ക് വരുന്നത് തന്നെ നിങ്ങളുടെ സൗണ്ട് എഞ്ചിനീയറിങ്ങിന് വേണ്ടി അല്ല. അതെന്താ? ഇവിടെ ഒരു കടയിൽ ഒരു ഡൈ കിട്ടും, അത് മേടിക്കണം എനിക്ക്. ഞാൻ പറയാം, അങ്ങനെയാണ് നമ്മുടെ കൂട്ടത്തിലൊക്കെ മേടിച്ച് നമുക്കൊക്കെ ഇത് ആവശ്യമുണ്ടല്ലോ. ഇല്ല നിങ്ങൾക്ക് തരാൻ പറ്റില്ല, അത് അത്രയും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. സൗദി രാജാവിന് വേണ്ടി ഉണ്ടാക്കുന്നതാണ്. ഇത് ഉണ്ടാക്കാൻ വേണ്ടി ലണ്ടനിൽ നിന്ന് 4 പേരെ സൗദിയിൽ കൊണ്ട് താമസിപ്പിച്ചിരിക്കുകയാണ്. അവര് ആർക്കും പറഞ്ഞു കൊടുക്കാത്ത ചില ചേരുവകൾ വെച്ച് ഈ ഡൈ ഉണ്ടാക്കിയിട്ട് ആ 3ാമത്തെ ഓവർ ബ്രിഡ്ജിന്റെ താഴെ ഷെയ്ക്കിന്റെ കത്ത് കൊണ്ടുപോയാൽ അവിടെ ഒരു കടയെ മാത്രമേ ഇത് കിട്ടുള്ളൂ. ഒരു കൊല്ലം ഇത് 100 മില്യേ ഉണ്ടാക്കുള്ളൂ. ഇത് ഷെയ്ക്കിന് കൊടുത്തു കഴിഞ്ഞ് ബാക്കിയുണ്ട്. ഇങ്ങനെ ബിൽഡപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഡൈ കിട്ടിക്കഴിഞ്ഞാൽ ഫുള്ളി പൊരിക്കും എന്നുള്ള പോലെ ബിൽഡപ്പായി. അങ്ങനെ ഞങ്ങൾക്കൊക്കെ ഇത് ഭയങ്കര കൊതിയായി. നമ്മൾ സാധാരണ ഡൈ ഒക്കെ അല്ലേ എല്ലാവരും മേടിക്കുള്ളൂ. അങ്ങനെ പുള്ളി ഒരു കൂട്ടുകാരൻ വരുന്നു, ഒരു കാറിന് കയറി പോകുന്നു, തിരിച്ചൊരു കുപ്പിയായിട്ട് വരുന്നു. എന്നിട്ട് ഇത് താടിയിലും തലയിലൊക്കെ അടിച്ചിട്ട് ഒരു ടർക്കി കൊടുത്ത് എല്ലാ റൂമിലും കയറി ഇറങ്ങി നടക്കുക. മറ്റേ സാധനം കിട്ടിട്ടോ, നമ്മൾ വന്നത് സൂപ്പറായി. ഞാൻ ഈ ട്രിപ്പിന് വന്നത് ഇതിനു വേണ്ടി തന്നെയാന്ന് പറഞ്ഞ് എല്ലായിടത്തും നോക്കി ഇങ്ങനെ കൈയൊക്കെ കാണിച്ച് നടന്ന് ഷോയ്ക്ക് പോകാൻ ഇനി ഒരു അരമണിക്കൂർ ബാക്കിയുള്ളപ്പോൾ കുളിമുറി കയറി കുളിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പം പൊന്മാന്റെ ഫിഗർ, ഇവിടെ നീല, ഇവിടെ ബ്രൗൺ, ഇവിടെ ഇങ്ങനെ ചുമല, പനി, ഒരു പൊന്മാൻ ലൈംഗമ്പിയിൽ ഇരിക്കുന്ന പോലത്തെ കളർ കോമ്പിനേഷൻ മുഖത്ത്, മൾട്ടി കളർ മുഖം. ഒരു പുള്ളി കറുപ്പിക്കാൻ വേണ്ടി ചെയ്തതാ. എന്ത് കോമ്പിനേഷൻ പാളിയാന്ന് അറിയാൻ പാടില്ല. അന്ന് മുതൽ അദ്ദേഹം പൊന്മാൻ പ്രിൻസ് എന്നാണ് അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല പുള്ളിക്ക് ഷോയ്ക്ക് വരണമെങ്കിൽ ഇത് കളർ മാറ്റാണ്ട് വരാൻ പറ്റില്ല. ഞങ്ങളുടെ ആരുടെയും കൈ സാധാരണ ഡൈ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഈ പുള്ളിയുടെ അഹങ്കാരക്കാരൻ ആരും കൊടുത്തുമില്ല. കയ്യിലുള്ള ഡൈ ഇങ്ങനെ വന്നാൽ മതി എന്ന് ഷോയ്ക്കെന്ന് പറഞ്ഞിട്ട് പൊന്മാൻ വരുന്ന പോലെയാ ഷോയ്ക്ക് വന്നത്. പെർഫോമൻസ് ഗംഭീരമായി. താങ്ക് യു. ഓക്കെ, താങ്ക് യു. മറ്റൊരു മനോഹരമായ സ്റ്റാൻഡപ്പ് പെർഫോമൻസുമായി എത്തുന്നു രഞ്ജിത്ത് കൊല്ലം. നമസ്കാരം രഞ്ജിത്ത്, കൊല്ലത്ത് നിന്നാണ് എത്തിയിരിക്കുന്നത്. നിങ്ങളുടെ നാടല്ലേ? ഞാൻ മുകേഷേട്ടന്റെ നാടാ. അതെ, ഡയാന കൊല്ലം കാര്യല്ലേ? തിരുവനന്തപുരമാണ്. മുകേഷേട്ടന്റെ നാട്ടിലാണ്. കൊല്ലത്ത് എവിടെയാ? മുകേഷേട്ടന്റെ വീടിന് അവിടെ 2 കിലോമീറ്ററേ ഉള്ളൂ, അടുത്ത തൊട്ടടുത്ത് തന്നെ. അപ്പൊ ആ ഒരു മുകേഷേട്ടൻ ഇതിന്റെ ഒരു വലിയ ആശാനാ കഥ പറച്ചിലൊക്കെ. അതെ, ഒരിക്കൽ ഞങ്ങൾ പണ്ട് ഇതുപോലെ ഞാൻ ഹരിയൊക്കെ ഒരു പ്രോഗ്രാം ചെയ്യുന്നതിൽ ജഡ്ജായിട്ട് മണിയമ്പിള്ള രാജേട്ടൻ ഉണ്ടായിരുന്നു. മണിയമ്പിള്ള രാജേട്ടൻ ഒരിക്കൽ എന്നെ പെട്ടെന്ന് വിളിച്ചിട്ട് പറഞ്ഞു, മോഹൻലാലിന്റെ ഡേറ്റ് ഉണ്ട്, നല്ല സബ്ജക്റ്റ് ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയണം, ഞാനൊരു നല്ല സബ്ജക്റ്റ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞു. അന്ന് ഉച്ച കഴിഞ്ഞപ്പോൾ ഒരു പയ്യൻ എന്നെ വിളിച്ചിട്ട്, ചേട്ടാ ലാലേട്ടന് പറ്റിയൊരു സബ്ജക്റ്റ് ഉണ്ട്, പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് തോന്നി എന്തൊരു നിമിത്തമാണ്. ഇതാ ഒരാൾ എന്നെ വിളിച്ച് 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു പയ്യൻ വിളിച്ചേക്കുന്നത്, ഇത് ഇവന്റെ സമയമായിരിക്കും, അല്ലെങ്കിൽ ഇവൻ ഇങ്ങനെ വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വിളിച്ച് ഞാൻ മണിയമ്പിള്ള രാജേട്ടനോട് പറഞ്ഞു, ചേട്ടാ ഞാൻ കേട്ടൊന്നുമില്ല, ഇപ്പൊ ഒരു പയ്യൻ എന്നെ വിളിച്ചു, ഞാൻ അവനെ തിരുവനന്തപുരത്തേക്ക് വിടട്ടെ, ചേട്ടൻ കേൾക്കുന്നോ? ആദ്യം പിഷാരടി ഒന്ന് കേക്ക് ജസ്റ്റ്, എന്നിട്ട് അവൻ ഇത്ര യാത്ര ചെയ്യിപ്പിച്ചാൽ പോരെ, ബുദ്ധിമുട്ടിക്കേണ്ടെന്ന്. ശരിയെന്ന് പറഞ്ഞു. ഞാൻ ഇവനോട് വരാൻ പറഞ്ഞു. വന്നിട്ട് എന്നോട് പറഞ്ഞു, ലാലേട്ടനെ പറ്റിയൊരു സബ്ജക്റ്റ് ഉണ്ട്, അദ്ദേഹം ബ്ലഡ് അന്വേഷിച്ച് നടക്കുന്നതാണ് എൻ്റെ പ്രധാന വിഷയം. അപ്പൊ ഞാൻ കൊള്ളാം, ചില റയർ ഗ്രൂപ്പ് ബ്ലഡൊക്കെ ആണെങ്കിൽ ഒരു ജീവന്റെ പ്രശ്നമുണ്ടല്ലോ അതിനകത്ത്, അതിനൊരു ഇമോഷണൽ ബലമുണ്ട്, വിഷയത്തിനൊരു ഇമോഷണൽ ബലമുണ്ട്. ഇപ്പൊ ട്രാഫിക്കിൽ കൊണ്ടുപോകുന്നത് ഹൃദയം ആയതുകൊണ്ടാണല്ലോ നമുക്ക് ടെൻഷൻ. 2 ലക്ഷം രൂപയായിട്ട് ഇവര് പോണെങ്കിൽ നമുക്ക് ഈ ടെൻഷൻ ഇല്ലല്ലോ, അതിനൊരു ജീവന്റെ ബലമുണ്ട് ഇതിന്. അങ്ങനെ ഞാൻ ചോദിച്ചു, എന്താണ് ലാലേട്ടൻ എന്തിനാണ് ബ്ലഡ് അന്വേഷിച്ച് നടക്കുന്നത്? പുള്ളി പറഞ്ഞു, ലാലേട്ടന് 2 ദംഷ്ട്രങ്ങളുണ്ടെന്ന് പറഞ്ഞു, ഇങ്ങനത്തെ കൊമ്പ് പല്ല്. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ ചോദിച്ചു, ദംഷ്ട്രങ്ങളോ? മമ്മൂക്ക കൊമ്പും വെച്ച് പട്ടണത്തിൽ ഭൂതം എന്ന് പറഞ്ഞൊരു പടം വരുന്നുണ്ട്, അതിന് മുമ്പ് നമുക്ക് പല്ലു വെച്ച് ലാലേട്ടനെ ഇറക്കണമെന്ന്. ഈ കൊടും ഫാനാ.
ഈ മറ്റേ മാടമ്പിയും പ്രമാണി കൊടും ഫാനാ പുള്ളിക്ക്. അപ്പുറത്ത് ഇത് വരുന്നതിന് മുമ്പ് ഇപ്പുറത്തൊരു പടം ചെയ്യണം, അതേ ഉള്ളൂ പുള്ളിയുടെ ലക്ഷ്യം. കൊമ്പ് വെച്ച് ഇറങ്ങണതിന് മുമ്പ് പല്ല് വെച്ച് നമ്മൾ ഇറക്കിയിരിക്കണം, അതാണ് എന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ട് പുള്ളി പോയി. ഞാൻ പറഞ്ഞു അത് ഡ്രാക്കുള പല്ല് ലാലേട്ടൻ വന്നിട്ട് നിമിത്തം ചിലപ്പോ ഇതൊരു നിമിത്തമായിരിക്കും. പെർഫോം ചെയ്യും. രാവണബബു സിനിമയുടെ ഡയറക്ടറുടെ പേര് എന്റെയും പേര് രഞ്ജിത്ത്. പുള്ളി ഒരു ഡയറക്ടറാ, എന്നാൽ ഞാനൊരു എഞ്ചിനീയറാണ്. പുള്ളിയുടെ ഫിലിംസ് ഒക്കെ സക്സസ്സാ, എന്നാൽ എൻ്റെ സബ്ജക്ട്സ് ഒക്കെ സപ്ലിയാ. നമ്മുടെ മുകേഷിന്റെ വീടിൻ്റെ അടുത്ത എന്റെയും വീട്. വിളച്ചെടുക്കരുത് കേട്ടോ. പുള്ളി ഒരു MLA ആ, എന്താ ഞാനൊരു MALLU ആ, മല്ലു. ഞാൻ എങ്ങാനും കാലെങ്ങാനിട്ട് ആട്ടിക്കൊണ്ടിരുന്നാലേ എന്നോട് എൻ്റെ അമ്മ എന്ന് പറയും, മോനെ ഇങ്ങനെ കാലാട്ടിക്കൂടാ, അച്ഛന് ദോഷമാണ്. അമ്മയുടെ പറച്ചിൽ കേട്ടാലേ അച്ഛന് ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ ഒക്കെ വന്നത് ഞാൻ കാലിട്ടാട്ടിയതാന്ന് തോന്നുമല്ലോ. അങ്ങനെയാണെങ്കിൽ എൻ്റെ അപ്പൂപ്പനെ കൊന്നത് എൻ്റെ അച്ഛനാ, കാരണം പ്രഷർ കൂടിയാ എൻ്റെ അപ്പൂപ്പൻ മരിച്ചത്. ഇപ്പൊ ഈ കാലാട്ടലും കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ, ഈ വിശ്വാസവും അന്ധവിശ്വാസവും എന്ന് പറയുന്നത് വളരെ ആപേക്ഷികമായിട്ടുള്ളൊരു സാധനമാണ്. നമ്മൾ കുറെ പേര് വിശ്വാസം എന്ന് പറയും, ഒരു പരിധി കഴിഞ്ഞാൽ ചിലർ അതിനെ അന്ധവിശ്വാസം എന്ന് പറയും. നമ്മുടെ വിശ്വാസങ്ങൾ മുഴുവൻ വേറെ കുറെ ആളുകൾക്ക് അന്ധവിശ്വാസങ്ങളാണ്. ഈ അന്ധവിശ്വാസമുള്ള ആളാണ് എന്ന് നമ്മൾ പലരെ പറ്റി പറയുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്കത് വിശ്വാസമാണ്, അന്ധവിശ്വാസമല്ല. പക്ഷേ ഈ വിശ്വാസത്തിന്റെ അന്ധവിശ്വാസത്തിന്റെ ഇടയിൽ ആത്മവിശ്വാസം എന്ന് പറയുന്ന ഒരു ചെറിയ പരിപാടിയുണ്ട്. അതെല്ലാവരും അന്യമത നിരീശ്വരവാദികളാണ്, അറിയാലോ. നമുക്ക് എല്ലാ മതം ഒരുപോലെ എന്നൊക്കെ പറയുന്നത് എല്ലാ ദൈവങ്ങളും അനുഗ്രഹിക്കുന്നെങ്കിൽ എന്നെ അനുഗ്രഹിച്ചോട്ടെ എന്ന് ഓർത്ത് ചിലർ പറഞ്ഞു വിടുന്നതാ. എന്നാൽ എന്തെങ്കിലും ഒരു ചടങ്ങ് മാറ്റി ചെയ്യാൻ പറഞ്ഞാൽ ചെറിയ പേടി വരും എല്ലാവർക്കും. അപ്പം ഇത് വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു വിഷയമാണിത്. ഇപ്പൊ ഒരാളുടെ കാലൊടിഞ്ഞാൽ അവന്റെ കാലൊടിയും, അവന്റെ കയ്യിലിരിപ്പ് അതായിരുന്നല്ലോ, അവൻ അനുഭവിക്കാതെ പോകാൻ പറ്റുമെന്ന് ചോദിക്കും. ഇതൊക്കെ നമ്മുടെ കാലൊടിഞ്ഞ ആപ്ലിക്കബിൾ ആണോ? അനുഭവിക്കാതെ പോകാൻ പറ്റത്തോ? നമ്മൾ പാപം ചെയ്താന്നൊന്നും നമുക്ക് സമ്മതിക്കാൻ പറ്റത്തില്ല. അല്ലെ നമ്മുടെ അച്ഛന്റെ കാലൊടിഞ്ഞു കഴിഞ്ഞാൽ അയ്യോ അത് പാവം, ആരോ രാഗി പാവത്തിന്, നന്നാകുന്നത് ആൾക്കാർക്ക് കണ്ടുകൂടാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നല്ലതാവും. മറ്റവന്റെ കാലൊടിഞ്ഞ അവൻ ചെയ്തതിന് അനുഭവിക്കണം എന്ന് പറഞ്ഞ് ഇത്രയധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നമ്മൾ സൗകര്യപൂർവ്വം വളച്ചൊടിക്കുന്ന ഒരു ഏരിയയില്ലേ വിശ്വാസത്തിന്റെ. ഇപ്പൊ എനിക്ക് ചരടും പരിപാടിയൊന്നുമില്ല. കുറെ നാളുകൾ മുമ്പ് ഒരു ചരട് കെട്ടി കയ്യിൽ. എന്തിനാ കെട്ടി വെച്ചാൽ സിനിമയിൽ അവസരം കിട്ടാൻ വേണ്ടിയിട്ട്. അതിന് ചരട് കെട്ടുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അങ്ങനെ ചരട് കെട്ടി വീരപുത്രൻ എന്ന് പറഞ്ഞൊരു പടത്തിൽ അഭിനയിക്കാൻ പോയി. വീരപുത്രൻ എന്ന് പറഞ്ഞ പടത്തിൽ അഭിനയിക്കാൻ പോയി. അപ്പൊ മാപ്പിള ലഹളയൊക്കെയാണ്, ഞങ്ങളൊക്കെ മാപ്പിള കഥാപാത്രങ്ങളൊക്കെയാണ്. എനിക്ക് ആകെ ഒരു ക്ലോസേ ഉള്ളൂ, 1-2 ക്ലോസേ ഉള്ളൂ. ഞാൻ വലിയ പ്രതിഷേധ സമരം വിളിക്കുക, ഇൻകുലാബ് സിന്ദാബാദ് എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് തൊണ്ട പൊട്ടി വിളിച്ച് ഡബ് ചെയ്യാൻ പോയ സീൻ കാണാനില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, അങ്ങനെ ഒരു സീൻ ഉണ്ടായിരുന്നല്ലോ എന്ന് വെച്ചപ്പോഴേ നിങ്ങളുടെ ഒരു മുസ്ലിം ക്യാരക്ടറെ കയ്യിൽ ചരടിട്ടുണ്ട് ജയ് വിളിച്ച കാരണം സാർ അത് വേണ്ടെന്ന് പറഞ്ഞെന്ന്. ആകെ സിനിമ കിട്ടാൻ വേണ്ടി കെട്ടിയ ചരട്, അത് കാരണം കിട്ടിയ ക്ലോസപ്പ് പോവുകയും ചെയ്തു. പലതരത്തിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു വിഷയങ്ങളാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഗംഭീരമാണ്, കാര്യമാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ പ്രഷറേ എൻ്റെ അമ്മയ്ക്കാ. ഞാൻ സന്ധ്യക്ക് നഖം വെട്ടിയ, സന്ധ്യക്ക് എങ്ങാനും നഖം വെട്ടിയാലേ എൻ്റെ അമ്മ എന്നോടൊന്ന് പറയും, ഇങ്ങനെ വെട്ടിക്കൂടാ, വീട് മുടിഞ്ഞു പോകുന്നു. എൻ്റെ നഖം എന്തോന്ന് ജൂനിയർ മാൻഡ്രാക്കിന്റെ മൊട്ടത്തലേനോ? മാൻഡ്രാക്കിനുള്ളിൽ വൈരം ഉണ്ടായിരുന്നു, എൻ്റെ നഖത്തിനുള്ളിലോ വെള്ളപ്പാടുണ്ടായിരുന്നു. നഖത്തിനകത്ത് വെള്ളപ്പാട് വന്ന പുതിയ ഉടുപ്പ് കിട്ടുന്ന അമ്മ പറയുന്നത്. പക്ഷെ എൻ്റെ ഡൗട്ട് അതല്ല, ഇപ്പൊ ജനിക്കുന്ന ഈ കുഞ്ഞു വാവകൾക്ക് വെള്ളപ്പാട് പോയിട്ട് നഖം പോലും ഇല്ല. ഇവർക്കൊക്കെ എങ്ങനെയാണോ പുതിയ ഉടുപ്പ് കിട്ടുന്നത്? പുതിയ ഉടുപ്പ് ഉണ്ടെങ്കിൽ ജോലിക്ക് പോകണം, ജോലിക്ക് പോയാലേ ക്യാഷ് കിട്ടും. പക്ഷെ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടെ, വീട്ടിൽ പച്ചപ്പക്കി കറുത്തുറുമ്പ് ഇതൊക്കെ ഉണ്ടെങ്കിൽ ക്യാഷ് വാരാന്നാ. ഞാൻ അങ്ങനെ പച്ചപ്പക്കിനെയും വളർത്തി കറുത്തുറുമ്പിനെയും വളർത്തി. ക്യാഷ് കിട്ടി അംബാനി ആവുന്ന ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ ലാസ്റ്റ് എൻ്റെ ലൈഫ് 3G ആയി. എൻ്റെ ലൈഫ് 4G സ്പീഡിൽ 3G ആയപ്പോൾ അമ്മ പറയാ, എടാ നിനക്കേ ദൈവദോഷമാ, അമ്പലത്തിൽ പോയാൽ എല്ലാം ശരിയാവുന്നു. കഴിഞ്ഞ ആഴ്ച ആ അമ്പലത്തിലെ പൂജാരിയെ എൻ്റെ കയ്യിൽ നിന്ന് 500 രൂപ മേടിച്ചത്. എൻ്റെ അമ്മൂമ്മ എന്നോട് പറഞ്ഞത്, ഷർട്ടിന്റെ കോഡ് ഇങ്ങനെ ബാക്കിലോട്ട് വലിച്ചിട്ടാ അയാൾ കടം കയറി നാട് വിട്ട് മുടിഞ്ഞു പോകുന്ന. എന്നാ എൻ്റെ ഡൗട്ട് ഇതാ, അമ്പലത്തിലെ പൂജാരിയെ ഇതേവരെ ഷർട്ട് പോലും ടീഷർട്ട് ഇട്ടോലും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ എൻ്റെ ഡൗട്ട് ഇതൊന്നുമല്ല, പച്ചപ്പക്കയുടെ എണ്ണം കുറഞ്ഞുകൊണ്ടാണോ അതോ കറുത്തുറുമ്പിന്റെ എണ്ണം കൂടിയോണ്ടാണോ എനിക്ക് ക്യാഷ് കിട്ടാത്തത്? എൻ്റെ വീട്ടിൽ ഭയങ്കര എലിശല്യമായിരുന്നു, എന്നെ ആഹാരം കഴിക്കാൻ സമ്മതിക്കുന്നില്ല. എന്നിട്ട് ഞാൻ അതിന് ആഹാരം കൊടുത്ത് എലിവശം. ഇനി ഞാൻ പ്ലിക്കോ എന്ന് പറഞ്ഞ് പുറത്ത് കുറച്ച് കളയാതെ കൊടുത്തോണ്ടാണോ എലി കഴിച്ചില്ല. ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ പറഞ്ഞു, മോനെ നിനക്ക് ഗണപതിയുടെ ദോഷമുണ്ട്, ഗണപതിയുടെ വാഹനമാ എലിയെന്ന്. എന്നോട് അമ്പലത്തിൽ പോയി 101 ഏത്ത ഇടാൻ പറഞ്ഞു. അമ്പലത്തിൽ പോയിന് ഫലം കണ്ടു, എലി പ്രസവിച്ചു, ഒറ്റയടിക്ക് 4 എലിക്കുഞ്ഞുങ്ങൾ. രഞ്ജിത്ത്, you did your best. Okay, very good. രമേശേട്ടാ, അജുവേട്ടാ. രഞ്ജിത്ത്,
രഞ്ജിത്തിന്റെ വിഷയം, തിരഞ്ഞെടുത്ത വിഷയം എനിക്ക് ഇഷ്ടമായി. കാര്യം ഇടയ്ക്ക് ചേട്ടൻ പറഞ്ഞ പോലെ അതിന് രണ്ട് പക്ഷക്കാരുണ്ട്. ഞാൻ ഏത് പക്ഷം എന്നൊന്നും പറയുന്നില്ല, പക്ഷെ ആസ്വാദനം എന്നുള്ള നിലയിൽ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ആസ്വദിച്ചു. ഈ കണക്ട് ചെയ്ത ആ ഒരു ഫ്ലോയിലും എൻ്റെ ഒരു മീറ്ററിലും കുറച്ചും കൂടി തീർച്ചയായിട്ടും രഞ്ജിത്ത് വർക്ക് ചെയ്യണം. കാര്യം അത് ഇവരെ പോലുള്ളവരത്തൊക്കെ ചോദിച്ചിട്ട് മനസ്സിലാക്കണം. നമുക്ക് ഏതൊരു കാര്യവും നമുക്ക് ഇനി ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യത്തോടെയാണല്ലോ നമ്മൾ എപ്പോഴും. നല്ല ഫുഡ് ഉണ്ടാക്കിയാലും നമ്മൾ വിളമ്പുന്നതിനകത്ത് കൂടെ ഒരു ആർട്ടുണ്ട്. ഫുഡിന് ഇച്ചിരി രുചിയില്ലെങ്കിലും ചില ആൾക്കാർ ചിരിച്ചു കൊണ്ടുവന്ന് വിളമ്പി തന്നാൽ നമ്മളത് തിന്നും. ഈ വിളമ്പലാണ് നമ്മുടെ തമാശ കൊണ്ടുവന്ന് പ്രസന്റിങ്. ഉണ്ടാക്കല് പ്രിപ്പറേഷനിൽ പോയി. വിളമ്പുന്നതിനൊരു സൗന്ദര്യം ഉണ്ടെങ്കിൽ, വിളമ്പുന്നതിലൊരു ഇംപ്രസീവ് ആയിട്ടുള്ള പരിപാടി ഉണ്ടെങ്കിൽ അത് ഇതിലും ഗംഭീരമാവുന്ന പറഞ്ഞത് ഇപ്പൊ മോശമെന്നല്ല അജു പറഞ്ഞത്. നല്ല രസമുണ്ടായിരുന്നു തെരഞ്ഞെടുത്ത വിഷയവും പ്രസന്റ് ചെയ്ത പല ഏരിയകളും. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. അജു നമസ്കാരം. നമസ്കാരം. വിഷു, ആ, സന്തോഷമുള്ളൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അമ്മാവനടുത്ത് പോവാണോ? തമാശ തമാശ തമാശ. സീരിയസ് ആയിരുന്നു. അല്ല, വിഷുവിന് സാമ്പത്തികമായിട്ട് കുറച്ച് നേട്ടങ്ങൾ ഉണ്ടാക്കി തന്നെ കുറച്ച് കാര്യങ്ങളായിട്ടാണ് ഞാൻ വന്നത്. വെരി ഗുഡ്, വെരി ഗുഡ്. നല്ല കാര്യമാണ്. 2 വർഷമായിട്ട് പിഷാരടി ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോണത്. 2 വർഷമായിട്ട് എന്താ അജു? ഞാൻ അങ്ങനെ എന്തെങ്കിലും 2 വർഷമായിട്ട് അങ്ങനെ ആഗ്രഹിച്ച എന്ത് കാര്യം ആഗ്രഹിച്ചത്? അങ്ങനെയൊന്നും ആഗ്രഹിച്ചിട്ടില്ല. ഇല്ല ഇല്ല. 2 വർഷമായിട്ട് ഏതെങ്കിലും ഉത്സവ പറമ്പിൽ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടോ വിഷു? ചെയ്തിട്ടില്ല. ഇല്ലല്ല, അത് ചെയ്തിട്ടില്ല. അപ്പൊ പ്രോഗ്രാം പിഷാരയുടെ ഒരു ഷോ, മെഗാ ഷോ നമ്മുടെ ഈ ഫണ്ട്സ് അപ്പോണ ടീമിനെ വെച്ചിട്ട് ഞാൻ സെറ്റ് ചെയ്തൊക്കെയാണ്. വെരി ഗുഡ്. വേറെ ഒന്നുമല്ല, എന്റെ ഭാര്യ വീട് നമ്മുടെ കുമ്പിടിയിലാണെന്ന് അറിയാലോ. അറിയാം. അവിടെ കരിമ്പനക്കാവ് ദേവി ക്ഷേത്രത്തില് 10 ദിവസത്തെ ഉത്സവമുണ്ട്. ഓഹോ. അപ്പൊ അതിന് വിളിക്കും നമ്മള്. 10ാം ദിവസം പിഷാരയുടെ മെഗാ ഷോ. അല്ല, 10ാം ദിവസം എന്തിനാ? ചേട്ടന്റെ ഷോ അടിപൊളിയില്ലേ? ഫസ്റ്റ് ഡേ വൈ. അതെ. അല്ല ജു, 1ാം ദിവസം വെച്ച് കഴിഞ്ഞാൽ കുറച്ച് റിസ്ക് ഉണ്ട്. അതന്നെ. അതായത് 1ാം ദിവസം തന്നെ ഇപ്പോൾ പരിപാടി പൊളിയും. പിന്നെ കമ്പറ്റിക്കാർ 10 ദിവസം അനുഭവിക്കണ്ടേ. 10ാം ദിവസം ആണെങ്കിൽ അവർക്ക് ഓടി രക്ഷപ്പെടാനുള്ള സമയവും ഉണ്ട്, പരിപാടിയും തീർന്നു. പരിപാടിക്കൊന്നും സംഭവിക്കത്തില്ല. ഞാൻ കളിച്ച് കയറ്റും. മതി. അപ്പോ എന്റെ കുറച്ച് പാട്ടൊക്കെ അവിടെ ഉണ്ടാവും. അപ്പൊ ചിലപ്പോ പൊളിയും. അതാണ് കോൺഫിഡൻസിന്റെ പ്രശ്നം കിടക്കുന്നത്. നമ്മുടെ മാത്രമാണെ കുഴപ്പമില്ല. പിന്നെ ഈ പരിപാടി, ഈ ഉത്സവം എന്ന് പറയുന്നത് എൻ്റെ ഒരു പ്രസ്റ്റീജിന്റെ ഒരു കാര്യം കൂടിയാണ്. കാരണം 2 വർഷത്തിന് മുമ്പ് ലാസ്റ്റ് നടത്തിയ ഉത്സവത്തിന്, ഫസ്റ്റ് ഉത്സവത്തിന്റെ അന്ന് എനിക്ക് കുറച്ച് അപമാനം സഹിക്കേണ്ടി വന്നു. നാട്ടുകാരുടെ മുമ്പിൽ ഞാൻ തല കുനിച്ച് കിടക്കേണ്ട അവസ്ഥ ഉണ്ടായി എനിക്ക്. ആദ്യത്തെ ഉത്സവത്തിന്റെ അന്ന് ഞാൻ റോട്ടില് മറ്റേ കിലിക്ക് കൂത്തില്ലേ, അത് നടത്തി. പോലീസ് വന്ന് അറസ്റ്റ് ചെയ്ത് എന്നെ കൊണ്ടുപോയി. അയ്യോ. അവിടെ പെട്ട്. അവിടെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി 2ാമത്തെ ഉത്സവത്തിന് ഈ കുലുക്കി കത്തി നടത്തിയ ആ പാത്രം ഉണ്ടല്ലോ, ആ പാത്രം വെച്ചിട്ട് ഞാൻ വെച്ചിട്ട് കുലുക്കി സർവത്തില്ല മറ്റത് അത് നടത്തി. അത് നടത്തിയ പോലീസ് പിടിച്ചോ? ഇല്ല, അത് നടത്തിയ പോലീസ് പിടിച്ചില്ല. അത് കുടിച്ച ഒരുത്തം വന്നിട്ട് എന്നെ കൊങ്ങ കുടിച്ച്. എന്ത് പറ്റി? അത് അവന്റെ തൊണ്ടയിൽ എന്തൊരു ചെറിയ കുരു. അതെന്തോ അയാളൊക്കെ വെറുതെ നിങ്ങളുടെ കട മുടിക്കാൻ വേണ്ടി. കാരണം നാരങ്ങ വെള്ളം കുടിച്ചു അതിനകത്ത് എത്ര നാരങ്ങയുടെ ഇത്രയുള്ള ഒരു കുരു തൊണ്ടേ കൊടുങ്ങോ? അല്ല, നാരങ്ങയുടെ കുരു അല്ല. അല്ല, അത് തലേ ദിവസം ഞാൻ കുലുക്കി കുത്തി നടത്തിയ ആ പാത്രത്തിലാണല്ലോ കുലുക്കി സർബത്ത് കൊടുത്തത്. അതില് മറ്റേ കുലുക്കി കുത്തിന്റെ കരുവിൽ കിടപ്പുണ്ട്, ഡയമണ്ട് പോലത്തെ. അത് ഇവന്റെ തൊണ്ടയിൽ പോയി. ഇപ്പൊ അവൻ എന്താ വെച്ചാൽ ഈ ഋതിക് റോഷന്റെ തൊണ്ടയിൽ ഇവിടെ ഒരു കുരുല്ലേ, മുള പോലെ, അതുപോലെ തന്നെ നടക്കാണ് ഇപ്പൊ. അപ്പൊ എന്റെ പ്രസ്റ്റീജിന്റെ കളിയാണ്. അളിയൻ പറഞ്ഞ അളിയനും സെക്രട്ടറി ഉണ്ട് ഇവിടെ, അവർ കൊണ്ടുവരാ. ഈ സംഭവം എന്താന്ന് വെച്ചാൽ ഞാൻ പരമാവധി അവിടെ സംഭവം അല്ല, പേര് ചോദിച്ചിട്ടില്ല, പേര് അവിടെ പറഞ്ഞാൽ മതി. ഞാൻ പരമാവധി അജുവിനോട്, അജു ഉണ്ട്, പിന്നെ വിഷു, അത് നമ്മൾ അവിടെ ചെന്ന് സെറ്റ് ചെയ്യാം. നിങ്ങൾക്ക് പറയട്ടെ, കാര്യം പറഞ്ഞേ. ഞാൻ അവിടെ പറഞ്ഞു വിഷുവിന് ഒരു വിധത്തിൽ സമ്മതിച്ചു. ഞാൻ പറഞ്ഞ പിന്നെ പുള്ളി, ഞാനിപ്പോ വിഷുവിനോട് ഇരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി കിടക്കും. കിടക്കാൻ പറഞ്ഞ കിടന്ന് എഴുതിയും. അല്ലല്ല, അത്ര ഞാൻ പറഞ്ഞതിന്റെ അപ്പുറത്ത് പുള്ളി ഒരു അനക്കൂല. അപ്പൊ നമ്മള് അവിടെ ചെന്ന് വളവളവളാന്ന് പറഞ്ഞ വർത്താനം പറയൂ. കാണാൻ നേരിട്ട് കാണാൻ. നമസ്കാരം. 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 കരിമ്പനക്കാവ് അമ്പലം. ഇതാണ് ഭാര്യയുടെ ആങ്ങളാന്ന് പറഞ്ഞത്, അളിയെന്ന് പറഞ്ഞ ജഗന്നാഥൻ. പുള്ളി ചെറിയ തല്ലിപ്പുള്ളിയൊക്കെ ആണെങ്കിലും എങ്ങനെയുണ്ട്? ഈ അജു വർഗീസ് ഇന്ന് ഈ പരിപാടിയിൽ ഗസ്റ്റ് ആയിട്ട് വന്നതാണ്. നമ്മുടെ ഷോയില് ഉണ്ടാവില്ല കേട്ടോ. അദ്ദേഹം അങ്ങനെ ഷോയ്ക്കൊന്നും പോകുന്ന ഒരാളല്ല. വളരെ കുറച്ച് ഷോകളൊക്കെ ചെയ്യുള്ളൂ. സിനിമയിലാണ് പുള്ളിക്ക് താല്പര്യം. അഡ്വാൻസ് കൊടുക്കാം. 2022 ഏപ്രിൽ 15
വൈകിട്ട് 7:30. ഓ ഓ ഒന്ന് സഹകരിക്കുകയാണെങ്കിൽ നോക്കാം നോക്കാം നമുക്ക് ടോട്ടൽ ഒരു 2000 കൂട്ടി കൊടുത്താൽ പോരാ. ഷൂട്ടില്ലെങ്കിൽ വരും അജു. ഞങ്ങൾ അങ്ങനെ ഒരു ബന്ധമുണ്ട്. ഈ അജുവും അളിയും വിളിച്ചു കഴിഞ്ഞാൽ ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കും, കിടന്നിട്ട് കാര്യം പറഞ്ഞാൽ അപ്പൊ നമുക്ക് ഈ മൊത്തം ഈ ലൈറ്റ് ഒക്കെ ഉണ്ടാവില്ലേ നമ്മുടെ ഇത്ര ലൈറ്റ് ഒക്കെ അവിടെ ഷോയ്ക്ക് ഇതിനേക്കാളും ഉണ്ടാവും. ആ ആദ്യമായിട്ടാണ് നമ്മുടെ അമ്പലത്തിൽ ഇത്രയും വലിയൊരു പരിപാടി സംഘടിപ്പിക്കുന്നത്. അപ്പൊ പിഷാരടിയുടെ നമ്മുടെ ഒരു ഡിമാൻഡ് നമ്മൾ പറയാം. ഇപ്പൊ കാര്യങ്ങളിലേക്ക് കിടക്കണമല്ലോ. ഡിമാൻഡ് ചേട്ടനല്ലേ പറയണ്ടേ? അല്ല അവർക്ക് എന്താ കേട്ടു നമ്മുടെ ചില ഇതുകൾ ഇപ്പൊ പിഷാരടിയുടെ തുടങ്ങുമ്പോൾ മുതൽ അവസാനം വരെ പിഷാരടി സ്റ്റേജിൽ ഉണ്ടാവണം. അതോടൊപ്പം തന്നെ ഇവിടെ വീട്ടിൽ പോകണം. അല്ല അങ്ങനെ പുള്ളിയുടെ വലിയ തലയുള്ള നമ്മൾ. പിന്നെ ഇവിടെ സ്റ്റാൻഡപ്പ് കൊമേഡിയന്മാരായിട്ട് വരുന്ന അവരുടെ പെർഫോമൻസ് വേണം. അതോടൊപ്പം തന്നെ കുറച്ച് നല്ല പാട്ടുകൾ വേണം. പിന്നെ ഉണ്ടല്ലോ പാട്ടേ ഡയാന ഉണ്ടാവും. ഡയാന ഉണ്ടാവും. അപ്പൊ ഡയാനയുടെ ഡാൻസും ഉണ്ടാവുമല്ലോ അല്ലേ? ഉണ്ടാവും. ഏതാ ഡാൻസ് ഏതാ ഡയാന ചെയ്യുന്നത്? നമുക്ക് സമീ ഓ സാമിയുടെ പാട്ട് ചെയ്യാം. ഓക്കെ അല്ലേ? മതി. ഇതേ സാധാരണ ആരെങ്കിലോട് ഒരു ഡാൻസ് കളിക്കാൻ പറഞ്ഞു, പ്രത്യേകിച്ച് ഈ പ്രായത്തിലുള്ള കുട്ടികളോടൊക്കെ ഡാൻസ് കളിക്കാൻ പറഞ്ഞു, ഒന്നില്ലെങ്കിൽ കുറെ തമിഴ് പാട്ട് അല്ലെങ്കിൽ ഹിന്ദി പാട്ട് ദപ്പാങ്കൂത്ത്. ഇത് ഈശ്വരാനുഗ്രഹം മുഖത്തുണ്ട്. ഹലോ അളിയാ, ഇത് ആസാമിയല്ല, പിന്നെ ഈ സാമി സാമി. അത് മതി മതി. അതിന്റെ കൂട്ടത്തിലൊരു ഹരഹരോന്നും കൂടി കൂട്ടി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാം. ഷോ നമ്മൾ ചെയ്തോളാം. ഷോയിൽ എന്ത് ചെയ്യണം നമുക്കറിയാലോ. വേറെ ഒന്നുമില്ല, നിങ്ങൾക്ക് വളരെ തിരക്കുള്ള ആളുകളൊക്കെ ആയിരിക്കാം. അപ്പൊ നമുക്ക് ഒന്ന് എഗ്രിമെന്റ് ഒന്ന് ഒപ്പിടാം. സൈൻ ചെയ്ത് കഴിഞ്ഞാൽ സൈൻ ചെയ്യാം. ചൂട് ചായ എന്തെങ്കിലും എനിക്ക് തരേണ്ടി വരും നേരം, തൊണ്ടക്ക് ചിലപ്പോൾ പാടുമ്പോഴേ. നമുക്ക് നോക്കാം. ഞാൻ ജീരകവെള്ളം കാര്യങ്ങളൊക്കെ ഞാൻ നമ്മുടെ എഗ്രിമെന്റ് ഞാൻ ഒപ്പിടാം ആദ്യം. നമ്മളിപ്പോ സെറ്റ് ചെയ്ത് കഴിഞ്ഞാല് റിഹേഴ്സൽ ചെയ്യേണ്ടി വരും കുറച്ച്. ചെയ്യാം. നമുക്കതിന് കുറച്ച് തരപ്പെടാണെങ്കിൽ ആളെയും കൂട്ടി ഒന്ന് നാളെ കൂട്ടി വരാൻ നോക്കാം. ഒഴിവുണ്ടെങ്കിൽ അങ്ങനെ പുള്ളി വലിയ ഞാൻ ഹലോ, ഞാൻ അന്നേരം പറഞ്ഞില്ല അവിടെ ശല്യം ചെയ്യുന്നില്ല. ഈ പുള്ളിയെ ഞാൻ അറിയും. അങ്ങനെ അറിയില്ലെങ്കിൽ ഈ പുള്ളിയെ ഞാൻ അറിയും. അറിയും അല്ലേ? പുള്ളി അല്ല, മംഗലാംകുന്ന് കർണന്റെ രണ്ടാം പാപ്പാൻ. അല്ല 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 അല്ല, പുള്ളി സിനിമയിലുള്ളതാ. അങ്ങനെ കണ്ടിട്ടാണ്. ആണോ? 24 മണിക്കൂർ അമ്പലത്തിൽ തന്നെ കിടന്നാലുള്ള കുഴപ്പം അതാ. ഇടയ്ക്ക് തിയേറ്ററിലൊക്കെ പോണം. അജു ഭാഗ്യം കർണനാന്ന് പറഞ്ഞില്ലല്ലോ. അജു തുടക്കം പറഞ്ഞില്ലേ, ആള് നെല്ലിപ്പുള്ളിയല്ല തല്ലിപ്പുള്ളിയാണെന്ന് പറഞ്ഞില്ലേ? അല്ല അതിനകത്തെ ഇതിപ്പോ നമ്മുടെ ഫൺസ് അപ്പോൺ എ ടൈമിന്റെ നമ്മുടെ ഷോയുടെ പിഷാരടി ഒപ്പിട്ട എഗ്രിമെന്റ് സെക്രട്ടറി അതിനകത്ത് മടക്കി വെച്ച ഫയലിൽ മടക്കി വെക്കണേ. പിന്നെ കേശവമാമൻ പുള്ളിക്ക് സെപ്പറേറ്റ് എഗ്രിമെന്റ്. കാര്യം ഞാൻ അളിയനൊക്കെ ആണെങ്കിൽ പോലും ക്ഷേത്രത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ചെയർമാൻ എന്ന നിലയ്ക്ക് കേശവമാമന്റെ ഒരു ഇൻഡിവിജ്വൽ എഗ്രിമെന്റ് അമീർ ഖാൻ സൽമാൻ ഖാൻ ഒക്കെ വേറെ എഗ്രിമെന്റ് വെക്കുന്നു കേട്ടിട്ടുണ്ട്. കേശവ മാമന് നിങ്ങൾ വേറെ എഗ്രിമെന്റ് ഒക്കെ കൊടുക്കണം. അത് ഞങ്ങൾ കമ്മിറ്റി പ്രത്യേകം യോഗം കൂടി തരും. ഈ അളിയനൊക്കെ വീട്ടില് കാരണം വെച്ചാൽ അത് ആവശ്യം അല്ല, അത് ഇതിപ്പോ ഞാൻ അളിയനെ കൊണ്ടല്ല പിടിക്കണേ, കേശവ മാമനെ കൊണ്ടാണ്. സെക്രട്ടറി നമ്മുടെ ടീമല്ലേ പിഷാരടിയല്ലേ? ഇത് കേശവ മാമൻ ഒപ്പിടും. ഞാൻ അളിയനോടല്ല പറയണേ. ഇവിടെ ഒപ്പിട്ടുള്ളൂ. സന്തോഷം. അതെ സെക്രട്ടറി, പിഷാരടിയുടെ എഗ്രിമെന്റ് പോയാലും കുഴപ്പമില്ല, ഇത് കളയരുത് കേട്ടോ. സൂക്ഷിച്ചു വെക്ക്. കാരണം വെച്ചാൽ അളിയനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോ ഞങ്ങൾ പോവുകയാണ്. വലിയൊരാൾ ഇവിടെ ഇരിക്കുന്നോണ്ട് ഒരു ചെറിയൊരു സഹായം ഞങ്ങൾ ചോദിക്കാം. അതായത് നമ്മളിപ്പോ ഈ പരിപാടിയുടെ ഷോക്കാർഡ്, എന്തായാലും ഒരു ഷോക്കാർഡ് ഉണ്ടാവില്ല. ഒരു പ്രോഗ്രാം വരുമ്പോൾ നമുക്ക് എല്ലാ കടകളിലും വീടുകളിലൊക്കെ ഷോക്കാർഡ് കൊടുക്കും. അത് നമുക്കിപ്പോ ഒരെണ്ണം പിഷാരടി ഇപ്പൊ ഇവിടെ തരും. അതൊന്ന് ഔപചാരികമായിട്ട് ഇവിടെ ഒന്ന് പ്രകാശനം ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ പിള്ളേരെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ വാട്സപ്പ് കൂട്ടായ്മ ഒന്ന് ഇടുകയും ചെയ്യായിരുന്നു. അത് ചെയ്യാം. അത് അജു, അത് നമ്മുടെ ഷോ കാർഡ് ഒന്ന് ലോഞ്ച് ചെയ്യാനായിട്ട് ഒന്ന് ചെയ്തോളൂ. ഇവിടെ വരും അല്ലേ? നമ്മുടെ ഇവിടെ ഇതിൽ വരുമോ? അതിൽ വരും. ഇവിടെ നിന്ന് ബുക്ക് ചെയ്താൽ അത് വരും. ചെയ്തോട്ടെ. അടിപൊളി. വിഷു വിത്ത് പിഷു. വിഷു വിത്ത് പിഷു. വിഷു വിത്ത് പിഷു. അതല്ല, കേശവമാമനോടെ എന്റെ പടമില്ല ഇത് കൊടുത്തില്ലായിരുന്നു. ഞാൻ ഒന്ന് അല്ല, എന്റെ പടമില്ല. ഞാൻ ഒരു കാര്യം പറയാതെ, ഇവിടെ ഭക്ഷണം കൊണ്ട് കൊടുക്കണം നമ്മുടെ മൻസൂറും രതീഷ് കാരക്കാട് ഗ്രൂമറും അറിയിൽ കയറി പാട്ട് പറഞ്ഞ എങ്ങ ആള് വന്നിട്ടില്ല. അതവിടെ ശരിയാണല്ലോ. അത് ശരിയാവില്ലട്ടാ. അല്ലാതെ അല്ല, അത് ശരിയാവില്ലേ? കാരണം നമ്മൾ എഗ്രിമെന്റ് ചെയ്താണല്ലോ കാര്യങ്ങള്. എന്ത് ഷാരടി എഗ്രിമെന്റ് ചെയ്തു, അളിയനും എഗ്രിമെന്റ് ചെയ്തിട്ടുണ്ടല്ലോ. എഗ്രിമെന്റ് ഒക്കെ ഓക്കെയാണ്. പക്ഷെ എന്റെ പടം വേണ്ടായിരുന്നു. ഞാനെങ്കിൽ ആൾക്കാർ കാണുമ്പോൾ ഞാനില്ലെങ്കിൽ പിന്നെ പ്രശ്നമില്ലേ? എഗ്രിമെന്റ് അളിയൻ തന്ന എഗ്രിമെന്റ് വന്നേ. അളിയൻ തന്ന എഗ്രിമെന്റ് വന്നേ. എഗ്രിമെന്റ് അവിടെ കിട്ടെ. ഫോട്ടോന്റെ കാര്യം സംസാരിക്കാം. ഫോട്ടോ മാറ്റിയടിക്കണം. ആ എഗ്രിമെന്റ് ഒന്ന് നോക്കാലോ നമുക്ക്. എന്നിട്ട് ഇപ്പൊ അളിയൻ നെർവസ് ആവല്ലേ?
ഇതാണോ നോക്കി ഇത് കേശവന്റെ. ഞാൻ സെപ്പറേറ്റ് വേണം എന്ന് പറഞ്ഞതിന്റെ കാരണം അറിയാമോ? പിഷാരടിയുടെ എഗ്രിമെന്റ് പോയാലും വേണ്ടില്ല, ഈ എഗ്രിമെന്റ് പോവരുന്ന് പറഞ്ഞതിന്റെ കാരണം അളിയൻ തന്നെ വായിച്ചോ. തൃശൂർ ജില്ലയിൽ ചാലക്കുടി താലൂക്കിൽ കുമ്പിടിക്കരയിൽ കരിമ്പനക്കാവ് ദേവീക്ഷേത്രത്തിലെ സെക്രട്ടറി പ്രഭാകരൻ നെല്ലിപ്പിള്ളിയും ചെളിക്കണ്ടത്തിൽ കേശവമാമൻ എന്ന ഞാനും തമ്മിലുള്ള ഉടമ്പടി കരാർ 2022 ഏപ്രിൽ 15 വിഷുദിനത്തിൽ ടി ക്ഷേത്രത്തിൽ ഉത്സവ പരിപാടികളോടനുബന്ധിച്ച് പിഷു വിത്ത് വിഷു എന്ന ഷോ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. മേൽപ്പറഞ്ഞ ഷോയിൽ എന്തെങ്കിലും തരത്തിലുള്ള വ്യക്തിബന്ധം പറഞ്ഞോ സഹതാപ തരംഗം സൃഷ്ടിച്ചോ ഞാനോ എന്റെ നിഴലോ ഈ ജില്ലയിലോ പരിസര പ്രദേശങ്ങളിലോ പ്രവേശിക്കില്ല എന്ന് ഇതിനാൽ സമ്മതിച്ച് സാക്ഷ്യപ്പെടുത്തി പരപ്രേരണ കൂടാതെ ഒപ്പിടുന്നു. ഈ നിബന്ധന തെറ്റിച്ചാൽ കാലേ വാരി നിലത്തടിക്കാനുള്ള അധികാരം കമ്മിറ്റിക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. കീറിക്കളയേ, ആളത്ര മോശക്കാരല്ല. അപ്പൊ 15-ാം തീയതി കൃത്യസമയത്ത് നിങ്ങൾ എല്ലാവരും എത്തണം കേട്ടോ. സെക്രട്ടറി പോയി വാ. അജു രമേശ് ചേട്ടാ, കേശവമാമൻ ഒരു നല്ല കലാകാരനും ഗായകനും ഒക്കെ ആണല്ലോ. പാവത്തിന് മൂലയ്ക്ക് എവിടെങ്കിലും കൊണ്ടൊന്ന് ഇരുത്തിക്കൂടെ? ഇവിടെ തന്നെ നമ്മളൊരു മൂലയ്ക്ക് ഇരുത്തേക്കോ? ഇനി വണ്ടി വിളിച്ച് തൃശ്ശൂർ കൊണ്ടിട്ട് മൂലയ്ക്ക് ഇരുത്തേണ്ട കാര്യമുണ്ടോ? കലാലോകത്തെ പ്രതിഭാധനരായ കലാകാരന്മാരെ ആദരിക്കുന്ന ഫൺസ് അപ്പോൺ എ ടൈം വേർഷൻ 2.0 നെക്സ്റ്റ് സെഗ്മെന്റ് ദി എക്സലൻസ് അവാർഡ്. ഈ സെഗ്മെന്റിൽ നമ്മുടെ അതിഥിയായെത്തുന്ന താരം ശ്രീ കണ്ണൻ ജി നാഥാണ്. നല്ലൊരു ശാസ്ത്രീയ സംഗീത ഗായകനാണ്, ഹാസ്യകലാകാരനാണ്. ഒരുപാട് ടെലിവിഷൻ ഷോകളിലെ പരിപാടികളിൽ അദ്ദേഹം ഭാഗമായിട്ടുണ്ട്. ഫൺസ് അപ്പോൺ എ ടൈം വേർഷൻ 2.0 ഈ വേദിയിലേക്ക് അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കണ്ണൻ ചേട്ടാ, സ്വാഗതം. ഈ രൂപത്തിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? പ്രത്യേകത എന്ന് പറയുമ്പോ ഒരു ജുബ്ബ, മുണ്ട്, കുറച്ച് മാലകള്, താടി, ഭസ്മം, ചന്ദനം, ഇത്രയേ ഉള്ളൂ. ഇപ്പോഴത്തെ ജീവിത വഴിയില് എന്തെങ്കിലും റിഫ്ലക്ഷൻ ആണോ ഇത്? ഇഷ്ടമാണ്. ഇപ്പൊ ഒരു ഓടി കാർ അല്ലെങ്കിൽ ബെൻസ് വാങ്ങിക്കാൻ തൽക്കാലം നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഇതൊക്കെ ആയിട്ട് ഞാൻ സംതൃപ്തി. അതായത് ഓടിക്ക് പകരം താടി വളർത്തിയ ആദ്യത്തെ ആള് അജു. ഇത് കണ്ണൻജിനാഥ്. കണ്ണൻ ചേട്ടൻ പറവൂരിലുള്ള ആളാണ്. എനിക്ക് ഒരു 10-20 വർഷമായിട്ട് അറിയാവുന്ന ആളാണ്. കണ്ണൻ ചേട്ടൻ എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്ക് അങ്ങനെ ഒറ്റ ഹെഡിങ്ങിൽ കണ്ണൻ ചേട്ടനെ ഉൾപ്പെടുത്താൻ പറ്റില്ല. കണ്ണൻ ചേട്ടൻ ഞാൻ തമാശക്കാരനായിട്ട് കണ്ടിട്ടുണ്ട്, അഭിനേതാവായിട്ട് കണ്ടിട്ടുണ്ട്, ഗായകനായിട്ട് കണ്ടിട്ടുണ്ട്, വലിയ തത്വചിന്തകൾ പറയുന്ന ആളായിട്ട് കണ്ടിട്ടുണ്ട്. ഇങ്ങനെ പല തരത്തിൽപ്പെട്ട വേഷങ്ങളിൽ കണ്ണൻചേട്ടനെ കണ്ടിട്ടുണ്ട്. ആത്യന്തികമായ ഒരു നല്ല മനുഷ്യനാണ് കണ്ണൻചേട്ടൻ. കണ്ണൻചേട്ടൻ പറഞ്ഞ പോലെ ഇങ്ങനെ ഈ മാലയും പരിപാടികളൊക്കെ ഇപ്പൊ ഈ ലോക്ക്ഡൌൺ സമയത്ത് കണ്ണൻചേട്ടൻ ചില പാട്ടും പരിപാടികളൊക്കെ തുടങ്ങി. പണ്ട് കണ്ണൻചേട്ടനെ ദൂരെ നിന്ന് കണ്ടാൽ പെട്ടെന്ന് സലീം കുമാർ ഏട്ടനാന്ന് വിചാരിക്കുമായിരുന്നു. തീർച്ചയായും അങ്ങനെ പറഞ്ഞിട്ടില്ല കണ്ണൻചേട്ടൻ? ഒരുപാട് പേര്, ഒത്തിരി പേര് അങ്ങനെ പറഞ്ഞിരുന്നു. ഈ താടി വച്ചതിന് ശേഷം അങ്ങനെ പറയല് കുറവാണ്. കാരണം അന്നത്തെ സലീമേട്ടന്റെ ഒരു രൂപഭാവങ്ങളും ഈ താടി കളഞ്ഞ് മുടിയൊക്കെ വെട്ടിയിട്ടുള്ള ഒരു കണ്ണൻ ചേട്ടൻ ദൂരെ നിന്ന് വരുന്ന പെട്ടെന്ന് സലീം കുമാർ ഏട്ടൻ വരുമായിരുന്നു എന്ന് എല്ലാവരും വിചാരിക്കുമായിരുന്നു. സലീമേട്ടന്റെ ബന്ധുവാണെന്ന് വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു അല്ലേ? പിന്നെ ലോക്ക്ഡൌൺ തുടങ്ങിയപ്പോ കണ്ണൻ ചേട്ടൻ ചില ഫേസ്ബുക്ക് ലൈവ് പരിപാടികളും അതിലൂടെ ചില പാട്ടുകളും അതിലൂടെ ചില കാര്യങ്ങളും ചെയ്തു. ലോക്ക്ഡൌൺ താടി വളർത്തി, താടിയുടെ കൂട്ടത്തിൽ മുടി വളർത്തി. പിന്നെ ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ ഹിമാലയ സാനുക്കളിൽ എവിടുന്നോ ഫൺസ് അപ്പോൺ എ ടൈമിലേക്ക് വന്ന ഒരാളായി നമുക്ക് തോന്നും. കണ്ണൻ ചേട്ടാ, എന്തൊക്കെയാ പുതിയ വിശേഷങ്ങള്? പുതിയ വിശേഷങ്ങള് നമ്മുടെ ചങ്കുകൾക്ക് കുറച്ച് പേരൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ പാട്ടും, ഞങ്ങളുടെ ഫാമിലിയാണ് കൂടുതൽ, എല്ലാവരും കൂടിയാണ് ഞങ്ങൾ സാധാരണ വരാറ്. അപ്പോൾ അങ്ങനെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് അങ്ങനെ അറിയാൻ സാധിച്ചത് ഈ ലോക്ക്ഡൗൺ കാലത്ത് ഒരു മഹാഭാഗ്യമായിട്ട് തന്നെ കരുതുന്നു. പിന്നെ എനിക്ക് ഇവിടെ വന്നപ്പോൾ തന്നെ ഡയാൻ എന്നെ പരിചയപ്പെട്ടു. ചേട്ടാ പേരെന്താന്ന് ചോദിച്ചു. അപ്പോൾ കുറച്ചും കൂടി ആവാനുണ്ടെന്ന് എനിക്കൊരു തോന്നൽ വന്നു. അപ്പൊ ആ രീതിയിൽ ഡയാന കണ്ണാടി നോക്കിയിട്ട് ഇടയ്ക്ക് പേരെന്താന്ന് ചോദിക്കുന്ന ആളാ. ചേട്ടൻ എന്താ ചെയ്യണേ? അങ്ങനെയല്ല, ഞാൻ ചേട്ടനെ അങ്ങോട്ട് ചെന്ന് പരിചയപ്പെട്ടു. എന്താ ചേട്ടൻ ചെയ്യണേ? അപ്പൊ ഞാൻ പറഞ്ഞു പാട്ട് കുറച്ച് പാടും, അങ്ങനെയൊക്കെ. അതെന്താന്ന് വെച്ചാൽ കണ്ണൻ ചേട്ടനെയൊക്കെ സ്റ്റേജിലോട്ട് വിളിക്കേണ്ടി വരുമ്പോ എല്ലാവരോടും ഞാൻ തന്നെ പറഞ്ഞു, ഡയാന ഓരോരുത്തരും എന്താ ചെയ്തേക്കുന്നത് എന്താന്നൊക്കെ ചോദിച്ചു മനസ്സിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുന്നതാണ്. പിന്നെ ഇവിടെ വന്ന എല്ലാവരും വന്ന രൂപത്തിലോ ഭാവത്തിലോ ഒന്നും അല്ല ഡയാന ചോദിച്ചത്. ബാക്കിയുള്ളവര് എന്തേലും വിളിക്കുമ്പോ തെറ്റിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാല് പോട്ടെ തെറ്റിപ്പോയി, അല്ലെ കൂടുതൽ പറഞ്ഞാൽ വഴക്ക് പറയും, അത്രയല്ലേ ഉള്ളൂ. കണ്ണഞ്ചന്റെ രൂപം കണ്ടിട്ട് ശപിച്ചാലോ എന്ന് പറഞ്ഞിട്ടാണ് ഡയാന അട്ടയായിട്ട് പോട്ടെ എന്ന് പറഞ്ഞാൽ തീർന്നില്ല. അതുകൊണ്ടാണ്. കണ്ണൻചേട്ടൻ എന്തെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി, കണ്ണൻചേട്ടൻ ഈ ചങ്കുകളെ എന്ന് വിളിക്കുന്നത് കണ്ണൻചേട്ടന്റെ ഒരു പുതിയ വാക്കായിട്ട് ഇങ്ങനെ ഇന്റർനെറ്റിൽ കിടന്ന് വിളിക്കുന്ന ഒരു പേരാണത്. അതാണ്
പരിപാടി തുടങ്ങുന്നത് കണ്ണൻ ചേട്ടന്റെ അല്ലേ? അതെ. എല്ലാ ലൈവുകൾക്കും ഇപ്പൊ ഒരുപാട് ആരാധകരില്ല കണ്ണൻ ചേട്ടാ? ഭഗവാന്റെ അനുഗ്രഹം. എന്തെങ്കിലും ഒരു പരിപാടി സാധാരണ ചെയ്യുന്നത് എന്താണ് ഞങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റുന്നതാണ് ചേട്ടാ? പാട്ടാണ് നമ്മൾ കൂടുതൽ ഇപ്പോൾ പാടിക്കൊണ്ടിരിക്കുന്നത്. എനിക്കറിയാവുന്ന രീതിയിൽ പാട്ട് ഒരെണ്ണം പാടാം. ചേട്ടാ തുളസി കതിരും കൂടെ. കണ്ണാ കണ്ണാ തുളസിക്കതിർന്നുള്ളിയെടുത്ത് കണ്ണനൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാർത്താം ഞാൻ. തുളസിക്കതിർന്നുള്ളിയെടുത്ത് കണ്ണനൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാർത്താം ഞാൻ. തുളസിക്കതിർന്നുള്ളിയെടുത്ത് കണ്ണ 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 കണ്ണ. അപ്പോൾ എന്തായാലും കണ്ണൻ ചേട്ടാ നമ്മുടെ ഫ്ലോറിൽ എത്തിയതിലും ഒരുപാട് 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 സന്തോഷം. ഞങ്ങളുടെ ഒരു എളിയ സ്നേഹാദരം തരണം എന്ന് ആഗ്രഹമുണ്ട്, സ്വീകരിക്കണം. തീർച്ചയായും. അത് നൽകാനായിട്ട് രമേശ് എന്നെ അജുവേട്ടനെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു പ്ലീസ്. ഫൺസ് അപ്പോൺ എ ടൈമിന്റെ ഈ എക്സലൻസ് അവാർഡ് ഏറ്റുവാങ്ങിയവരെല്ലാം ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മലയാളിക്ക് സന്തോഷം പകർന്നവരാണ്. നമ്മൾ ചിരി പകർന്നവരെയാണ് കൂടുതലായിട്ടും ആദരിച്ചിട്ടുള്ളത്. കണ്ണൻ ചേട്ടൻ അതുപോലെ ഹാസ്യരംഗത്ത് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. പഞ്ചവർണ്ണ തത്ത എന്ന് പറയുന്ന ഞാൻ സംവിധാനം ചെയ്ത ചിത്രത്തിലൊരു ഗാനരംഗം മുഴുവൻ ഒരു നാഗസരക്കാരനായി വന്ന് പ്രേക്ഷകർ ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ള ആളാണ് കണ്ണൻ ജി നാദേട്ടൻ. ഇപ്പൊ പാട്ടും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഈ ലോക്ക്ഡൌണിന്റെ സമയത്ത് പലരും പലതരത്തിൽ ഡിപ്രസ്ഡ് ആയിട്ടിരുന്ന സമയത്ത് കണ്ണൻ ചേട്ടന്റെ കുറച്ച് ഫേസ്ബുക്ക് ലൈവുകൾ ഉണ്ടായിരുന്നു. നല്ല പാട്ടുകൾ പാടിക്കൊടുക്കുക, ആൾക്കാർ ചോദിക്കുന്ന പാട്ട് പാടും, ആൾക്കാർ പറയുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും, ചെയ്തു കൊടുക്കും. അങ്ങനെ ഒരുപാട് പേർക്ക് സന്തോഷം കൊടുത്തിട്ടുള്ള ഒരാളാണ് കണ്ണൻ ജി നാഥ്. ഫൺസ് അപ്പോൺ എ ടൈമിന്റെ ഈ വേദിയിൽ എത്തിയതിന് ഒരുപാട് നന്ദി. അദ്ദേഹത്തിന് ഞങ്ങളുടെ വക ഒരു ചെറിയ ആദരവ്. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലെ ബെസ്റ്റ് പെർഫോമറെ തിരഞ്ഞെടുക്കാം. സുവിൽ, രഞ്ജിത്ത് ഇവരാണെന്ന് പെർഫോം ചെയ്തത്. ഇവരിൽ ആരാണ്? ലെറ്റ്സ് വെൽക്കം ദം ഓൺ ടു ദി സ്റ്റേജ്. രണ്ട് പ്രതിഭകൾ സുവിലും രഞ്ജിത്തും. രഞ്ജിത്ത് എടുത്ത വിഷയം വളരെ പുതുമയുള്ളതും കാലിക പ്രസക്തിയായിട്ടുള്ള വിഷയമാണ്. സുവില് വന്ന് അദ്ദേഹത്തിന് പരിചിതമായ മേഖലകളിൽ നിന്നും തമാശകളെടുത്ത് അവതരിപ്പിക്കുകയുണ്ടായി. എങ്കിലും ഈ ഫ്ലോറിലെ അവതരണം കണക്കാക്കുമ്പോൾ ഇന്നത്തെ ബെസ്റ്റ് പെർഫോമറായി നിൽക്കുന്നത് സുവിൽ. പുതുമയാർന്ന തമാശകൾ കൊണ്ട് നിറഞ്ഞ ഫൺസ് അപ്പോൺ എ ടൈം വേർഷൻ 2.0 ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവും.